കർത്താവിൻ്റെ ദാസൻ നമുക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ പാസ്റ്റർ ബിജോമോൻ എംപിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്ന അപ്പം തന്നെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിൽ തന്നെ കണ്ണുനീരൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കാറുണ്ട്. ഇത്രത്തോളം ഈ യോഗം വിജയമാകുവാൻ കാരണം കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ മുതൽ യോഗത്തിന് വേണ്ടി വളരെ അധ്വാനിപ്പാനിടയായി തീർന്നു. ക്രിസ്തല്ലോ കർത്താവിൻ്റെ കരം കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. ഇനി നമുക്കൊട്ടും സമയം കളയാനില്ല. നമ്മളെല്ലാവരും വന്ന് ഞങ്ങളുടെ നന്ദി പറച്ചിലും ഞങ്ങളുടെ പ്രാർത്ഥനാ വാക്കുകളും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. നിങ്ങൾക്കൊക്കെ അമർഷം ചിലപ്പോൾ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ സമയം കർത്താവിൻ്റെ ദാസന് വേർതിരിച്ച് കൊടുക്കുകയാണ്. ഞാനൊരു സമയം ദൈവദാസനോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ അതിനുള്ളിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഈ കാലത്ത് ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി അധികം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തും ഒക്കെ അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഇന്ന് പകലിലും ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യ ശുശ്രൂഷിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. പാസ്റ്റർ അനീഷ് കൊല്ലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സന്ധിയിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ശാന്തസുന്ദരമായ ഈ സന്ധിയിലെ ശുശ്രൂഷയുടെ അധ്യക്ഷനും ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ബി തോമസ്, ഈ അനുഗ്രഹീതമായ ദേശത്ത് വളരെ ഇടുക്കിക്ക് സുപരിചിതനായ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി ഇടുക്കി, ഈ ദേശത്ത് ദൈവസഭയുടെ വിവിധ നിലകളിൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ്, എൻ്റെ സുഹൃത്ത് പാസ്റ്റർ റജിമോൻ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിൻസൺ കെ ബാബു, അതുപോലെ തന്നെ പാസ്റ്റർ ബൈജു മുണ്ടിയരുമ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫ്ലവിൻ, അങ്ങനെ എൻ്റെ പരിചിതരായ എൻ്റെ സുഹൃത്തുക്കളായ നിരവധി പേരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ആത്മീയ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസൻ മനോജ്, വേദിയിലുള്ള ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം കഴിഞ്ഞ പകലും ഈ സന്ധിയിലും പങ്കെടുപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയതിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. എന്നെ കൂടെ ഈ ആത്മീയ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയതിൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. കൊല്ലത്ത് കർത്താവിൻ്റെ വേലയിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി, ഒരു ലോക്കൽ സഭയുടെ പാസ്റ്ററായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു. എനിക്ക് 2 ആൺമക്കളുമുണ്ട്, ഭാര്യയുമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിക്കാനായി എന്നെ ഏൽപ്പിച്ച തിരുവചനം 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-18 വാക്യമാണ്. ഉച്ചഭാഷണയിലൂടെ ഒന്ന് വായിക്കണം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഒരുമ്പെടുന്നില്ല. നിങ്ങളെക്കാളൊക്കെ യാത്ര ചെയ്തെത്തേണ്ടത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ഇത്രയും നേരത്തെ നിർത്തണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിർത്തും. എനിക്ക് എൻ്റെ ചെവി ഡ്രിൽ ചെയ്ത് ഹോൾ ചെയ്ത ചെവിയാണ്. എനിക്ക് തുമ്മാൻ പാടില്ല, ഒച്ചയെടുക്കാൻ പാടില്ല, ഇത് കേൾക്കാനും പാടില്ല. സ്തോത്രം. അപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തലയ്ക്കും ചെവിക്കും ഒക്കെ വേദനയുണ്ട്. ഇടയ്ക്ക് ഞാൻ ചുമയ്ക്കുകയോ ചെവിയിലൊക്കെ പിടിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതെൻ്റെ വയ്യാഴിക കൊണ്ടാണ്.
അപ്പം ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മൈക്ക് സഹോദരൻ എനിക്ക് ഇച്ചിരിയുടെ മോണിറ്ററും തരണം. അപ്പോൾ എനിക്ക് വലത്തുവശത്തേതേ കേൾക്കുള്ളൂ എന്നതാണ് പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ശബ്ദം എടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാന്തമായിട്ട് സംസാരിക്കുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉച്ചഭാഷണിയുടെ പരിധിയിൽ ശ്രമിക്കുന്ന മാന്യമിത്രങ്ങൾക്കും കർത്താവിൽ വന്ദനം അറിയിക്കുകയാണ്. നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യവും വ്യാപാര സ്ഥാപനങ്ങളിലെ വ്യാപാരത്തിന് മുടക്കം വരാതെ നിങ്ങൾ എന്നെ കൂടെ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സുവിശേഷ കേൾവി വളരെ ഭാഗ്യമാണ്. വേദപുസ്തകം വായിച്ച് കേൾക്കുന്നവൻ, വായിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ചുമ്മാതെ കേട്ടാൽ മതി, നിങ്ങളും ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്, ഒന്ന് കേട്ടേക്കുക, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശത്തിൻ്റെ ആകത്തുക ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്: ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? ഇവിടെ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. പത്രോസിൻ്റെ ലേഖനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. പീഡനത്തിന് തൊട്ട് മുൻപ്, പീഡന കാലഘട്ടത്തിൽ, പീഡനം കഴിഞ്ഞ്, ഇങ്ങനെയാണ് ലേഖനങ്ങളിൽ ചിലത്. അതിൽ യാക്കോബ്, യൂദ, പത്രോസ്, എബ്രായ ലേഖനം, ഈ ലേഖനങ്ങളുടെ വലിയ പ്രത്യേകതകൾ ഇങ്ങനെയാണ്. അതിൽ പത്രോസിൻ്റെ ലേഖനം ഒരു പീഡ കാലഘട്ടത്തിലെ ലേഖനമാണ്. 3 വർഷങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യത്തിൽ എഴുതപ്പെട്ട 2 ലേഖനം. ഈ ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയമെടുത്തു. അതിൻ്റെ അർത്ഥം തൻ്റെ മരണസമയം കുറിക്കപ്പെട്ടു. തൻ്റെ ഒരു മരണമൊഴി തന്നെയാണ് തൻ്റെ ഈ ലേഖനമെന്ന് പറഞ്ഞാൽ. അതായത് ഈ ലേഖനം എഴുതുമ്പോൾ ദൈവസഭ കടന്നു പോകുന്ന വലിയ പീഡനത്തിൽ കൂടെയാണ്. റോമൻ ഭരണാധികാരിയായിരുന്ന നീറോയുടെ കിരാതവാഴ്ചയിൽ ദൈവസഭയ്ക്ക് നേരെ ആർത്തലച്ചു വന്ന പ്രതികൂലങ്ങൾ, അതായത് അപ്പോസ്തലന്മാരിൽ ഏറിയ പങ്കും തകർന്നു പോയത് നീറോയുടെ ഭരണകാലഘട്ടത്തിലാണ്. ക്രൂരമായ ശിക്ഷാ നടപടികൾ ദൈവസഭയ്ക്ക് നേരെ ആർത്തിരമ്പി വരികയാണ്. ആ വന്ന പീഡയുടെ നടുവിലാണ് ഈ ഭക്തൻ ഈ ലേഖനം എഴുതുമ്പോൾ ദൈവസഭയിൽ ആരാധനയ്ക്ക് വന്നവരൊക്കെ അടുത്ത ദിവസങ്ങൾ വരുന്നില്ല. എന്താണെന്നറിയാമോ? ചിലരൊക്കെ 6 അടി മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു. അടുത്ത ദിവസങ്ങൾ ചില കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഡാഡി മൃഗങ്ങൾക്കിരയായി മാറിക്കഴിഞ്ഞു. മറ്റു ചില വിശ്വാസികൾ ശവശരീരത്തോട് ചേർത്ത് ബന്ധിച്ച് വെളിമ്പ്രദേശത്ത് കിടക്കുകയാണ്. അവരെ ജീവനോടെ പുഴുക്കൾ തിന്നു തീർക്കുകയാണ്. മറ്റു ചില വിശ്വാസികളെ പച്ച തോലിനകത്ത് ചുറ്റി വെയിലത്ത് തള്ളിയിരിക്കുക. ആഴ്ചകൾ കൊണ്ടാണ് ആ മരണം നടക്കുന്നത്. അങ്ങനെ കൊടിയ പീഡ അരങ്ങേറുന്ന കാലഘട്ടം. ദൈവസഭ ഏറ്റവും നിർണായകമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു നിൽക്കുമ്പോൾ പത്രോസ് എന്ന കരുത്തനായ മനുഷ്യൻ്റെ തൂലിക ചലിക്കുകയാണ്. തൻ്റെ മരണമരികെ തണഞ്ഞു എന്നുറപ്പുള്ളപ്പോൾ താൻ എഴുതുന്ന ലേഖനം പ്രത്യാശ എന്ന ഗൗരവമായ വിഷയത്തെയാണ്. ഇവിടെയാണ് അറിയേണ്ടത്, പ്രതിസന്ധികൾ ആർത്തിരമ്പി വരുമ്പോൾ ഒരു ദൈവസഭയുടെ നിലനിൽപ്പ് നിൽക്കുന്നത് പ്രത്യാശയിലാണ്. പ്രത്യാശയിൽ ഈ പുസ്തകം നിലകൊള്ളുമ്പോൾ അതിലെ കണ്ടന്റിലേക്ക് നമ്മളൊന്നിറങ്ങിയാൽ പേര് പ്രത്യാശയാണ്. പക്ഷെ പ്രത്യാശ എന്ന വിഷയം പറയുമ്പോൾ ശരിക്കും വെളിപ്പാട് പുസ്തകത്തിലെ അവസാന വാക്യം എടുത്താൽ പറയേണ്ടത്. എന്നാൽ ഇവിടെ വരുന്നത് കഷ്ടത എന്ന വിഷയത്തെ ആഴത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മനോഹര രചനയാണ് ഈ പത്രോസ് ഇവിടെ നടത്തുന്നത്. അതിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ തുടങ്ങുകയാണ്. ശേഷം തൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്താണെന്നറിയാമോ? 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് താൻ ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ലോകാവസാനം വന്നെത്തി എന്ന നിലയിൽ വേണം ആത്മീയൻ ഇവിടെ ജീവിക്കാൻ. അങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നു, കഷ്ടത എന്ന അഗ്നിശോധനയെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ അഗ്നിശോധന വന്നാൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്, കഷ്ടതയിൽ അതിശയിച്ചു പോകരുത്. അടുത്തത് പറയുകയാണ്, കഷ്ടത നിങ്ങൾ സഹിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കണം. ആ വാക്ക് കണ്ടോ? കഷ്ടതയിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കണം. താൻ വീണ്ടും പറയുന്നു, കഷ്ടതയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകരുത്. അടുത്ത കാര്യം പറയുന്നു, കഷ്ടമനുഭവിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ വാക്കുകൾ കണ്ടോ? കഷ്ടത എന്ന വിഷയത്തെ 4-ാം അധ്യായത്തിൽ പത്രോസ് വെളിപ്പെടുത്തുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അതിശയിച്ചു പോകരുത് കഷ്ടത വരുമ്പോൾ. ശേഷം പറയുന്നത്, നിങ്ങൾ കഷ്ടമനുഭവിക്കുമ്പോൾ സന്തോഷിച്ചോണം.
കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഭാഗ്യമുള്ളവരാണ്. എന്നിട്ട് പറയുന്നു കഷ്ടം അനുഭവിക്കുമ്പോൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞിട്ട് പറയുന്നു ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. ഇവിടെയാണ് എൻ്റെ വിഷയത്തിൻ്റെ ഏറ്റവും നിർണായക ഭാഗം. അതായത് ന്യായവിധി എന്ന വിഷയമാണ്. ന്യായവിധി എന്ന വിഷയത്തെ ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ന്യായവിധി എന്ന വിഷയത്തെ ഇന്ന് രാത്രി പറയുമ്പോൾ വാക്യം പറയുന്നു ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാറായി. ദൈവഗ്രഹത്തിലെ ന്യായവിധിയെ ഞങ്ങൾ പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ വിധി എന്ന പദം ഞാൻ ആവർത്തിച്ചുരുവിടുമ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ന്യായവിധി എന്നത് വേദപുസ്തകത്തിൻ്റെ കൃത്യമായ ഭാഷയാണ് എന്നത് മറക്കരുത്. ന്യായവിധി എന്ന പദത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകത്തിലെ ജനതയെ വേദപുസ്തകം മൂന്നായി വിളിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടം യഹൂദനാണ്. രണ്ടാമത്തെ കൂട്ടത്തെ വേദപുസ്തകം വിളിച്ചിരിക്കുന്ന പേര് ഈ ദൈവസഭയെന്നാണ്. ഇനി ഇതല്ലാത്തൊരു കൂട്ടമുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ട അവരെ പുറജാതികൾ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മൂന്ന് കൂട്ടത്തിനും അതിൻ്റെതായ ന്യായവിധികളുണ്ട്. അപ്പോൾ ന്യായവിധികൾ പ്രധാനമായും 7 നിലകളിലുള്ള ഒരു ഗൗരവമായ പഠനമാണ് ന്യായവിധി. അതിൽ നമ്മൾ ഇന്ന് ആ 7 വിധത്തിലുള്ളതിനെ ഞാൻ 7 പറയാനല്ല ശ്രമിക്കുന്നത്. ന്യായവിധി 3 കൂട്ടമെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. 1 ദൈവസഭ, 2 യഹൂദൻ, 3 പുറജാതി. അതിൽ ഇവിടെ വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് ദൈവഗ്രഹത്തിലെ ന്യായവിധി, ദൈവസഭയുടെ വിധിയാണ് ഇന്ന് രാത്രി എൻ്റെ പ്രമേയം. അപ്പോൾ ഓർക്കുക, ദൈവസഭ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഞങ്ങളുടെ ന്യായവിധിയ ഉച്ചഭാഷണിലൂടെ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ കടത്തിണ്ണയിൽ വഴിവക്കിൽ തെരുവോരത്തുള്ളവർ നിങ്ങളറിയേണ്ട കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ ഗതി ഇതാണെങ്കിൽ ഇപ്പം പിടികിട്ടിയോ? അതാ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ വിളിച്ചു പറയുക. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, രക്ഷിക്കപ്പെടാത്തവൻ്റെ ഗതി എന്താകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഗതി പറയുമ്പോൾ ഇതിനേക്കാൾ ഭയാനകമായിരിക്കും നിങ്ങളുടെ ഗതി. അപ്പോൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അത് ഞാനിതിൻ്റെ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ദൈവസഭയുടെ ന്യായവിധി എന്ന വിഷയത്തെ നമ്മളൊന്ന് പഠിക്കാൻ പോകുകയാണ്. ദൈവസഭയുടെ ന്യായവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസഭ എക്ലേഷ്യ എന്ന പദത്തെ അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരുടെ കൂട്ടം ദൈവസഭയെങ്കിൽ ആ ദൈവസഭയ്ക്ക് ഒരു വിധിയുണ്ട്, ന്യായവിധി. ആ ന്യായവിധി, ദൈവസഭയുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് ത്രികാലാനുഭവമാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അങ്ങനെങ്കിൽ ന്യായവിധിക്കും ഒരു ത്രികാലാനുഭവമാണ്. ഏത്? നടന്ന് കഴിഞ്ഞൊരു വിധിയുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന വിധിയുണ്ട്, നടക്കാൻ പോകുന്ന വിധിയുണ്ട്. ദൈവസഭയുടെ 3 തരത്തിലുള്ള വിധി ശ്രദ്ധിച്ചോളൂ. 1 നടന്ന് കഴിഞ്ഞ വിധിയാണ്. എന്താണ് ആ വിധി? ആ വിധിയുടെ പേര് പാപത്തോട് ബന്ധപ്പെട്ടുള്ളൊരു വിധിയാണ്. നടന്ന സ്ഥലം കാൽവറിയാണ്. എന്താണ് ആ വിധി? പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. കാൽവറിയിൽ നടന്ന വിധി ന്യായവിധി എന്ന് പറയുമ്പോൾ പാപത്തോട് ബന്ധപ്പെട്ടുള്ള വിധിയാണ്. പാപി എന്ന നിലയിലുള്ള നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, കാൽവറിയിൽ നടന്ന ന്യായവിധി പാപത്തോട് ബന്ധപ്പെട്ട ന്യായവിധി. അതിന് തിരുവെഴുത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 1:20 വാക്യം ഇങ്ങനെയാണ്: അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ആർക്ക് സമാധാനമുണ്ടാക്കി? പാപിക്ക് സമാധാനമുണ്ടായി. പാപിയായ മനുഷ്യന് കാൽവറിയിൽ സമാധാനമുണ്ടായി. കാൽവറി വിമോചന വേദിയാണ്. കാൽവറി വിളംബരത്തിൻ്റെ വേദിയാണ്. കാൽവറി ആരുടെ വിമോചനം? പാപിയുടെ വിമോചന വേദിയാണ്. എന്തുകൊണ്ട് കാൽവറിയിൽ പാപിക്ക് വിമോചനമുണ്ടായി എന്ന് ചോദിച്ചാൽ, കാൽവറിയിൽ പാപിക്ക് മുൻപിൽ വെച്ചിരുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒഴിവാകുന്നത് കാൽവറിയിലാണ്. എന്താണ് പാപിയുടെ മുൻപിലെ ഏറ്റവും വലിയ ശിക്ഷ? അതാണ് നരകമെന്ന
ശിക്ഷ. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുമ്പോൾ നിത്യമരണമെന്ന് ഗ്രഹിക്കണം. അപ്പോൾ നരകമെന്ന ഭീകരമായ ശിക്ഷ കാൽവറിയിലൂടെ ഒഴിവാകുകയാണ്. പാപിക്ക് മുൻപിൽ കാൽവറിയിലൂടെ നരകം ഒഴിവായി എന്ന് പറയുമ്പോൾ അർത്ഥമെന്താ? ഒരു പാപി നരകത്തിൽ അനുഭവിക്കേണ്ട സകല വ്യഥകളും നസറായൻ കാൽവറിയിൽ ഏറ്റെടുത്തു. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളിവിടെ വായ്ത്താരികളുടെ അകമ്പടിയോടെ കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ കാരണമറിയണ്ടേ? ഇത്ര ഒച്ചപ്പാടും ബഹളവുമൊക്കെ ഞങ്ങൾ നടത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ കിട്ടി. അതാണ് ഞങ്ങളുടെ അധരം ജ്വലിക്കുന്നതിൻ്റെ കാരണം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി മറ്റ് ഒന്നും നോക്കാതെ ലജ്ജ കൂടാതെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നതിൻ്റെ കാരണം അതാണ്. ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്, ഇവരെന്തിനാ ഇങ്ങനെ ഇത്രയും കണ്ടത് ഒച്ചപ്പാട്? അങ്ങനെയാന്നേ. ഞങ്ങൾക്ക് ഒച്ചപ്പാടിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമെന്ന ഭീകരമായ സത്യം ഞങ്ങളുടെ മുമ്പിൽ ഒഴിഞ്ഞുപോയി കാൽവറിയിലൂടെ. കാൽവറിയിൽ നടന്ന വിധിയൊന്ന് ശ്രദ്ധിക്കണം. 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രക്താഭിഷിക്തനായി കീറലുകളും മുറിവുകളുമായി തൊലിയുരിക്കപ്പെട്ട യാഗമൃഗത്തെ പോലെ കാൽവറിയിൽ കിടക്കുന്ന നസറായനെ ഒന്ന് കാണണം. 6 ഇഞ്ച് നീളമുള്ള മുള്ളുകൾ നിറഞ്ഞ മുൾക്കിരീടം ശിരസിൽ അടിച്ചിറക്കി കൺപോളയെ തുരന്ന് പുറത്തു വന്ന് കീറലുകളും മുറിവുകളുമായി കാൽവറി കിടക്കുന്ന നസറായന്റെ കഷ്ടാനുഭവം അവിടെ അരങ്ങേറുമ്പോൾ അത് ഒറ്റവാചകത്തിൽ വിവരിച്ചു പോകുകയല്ല. പകരം ആ സംഭവത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നരകത്തിൻ്റെ 4 ഭീകരത അവിടെ നടന്നത് കാണാം. നരകത്തിൻ്റെ 4 ഭീകരത എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, നരകം വേർപാടിൻ്റെ സ്ഥലമാണ്. നിത്യമായ വേർപാട് അത് നരകമാണ്. കാരണം അപ്പൻ്റെ ഭവനമായി എന്നേക്കുമായി അകലുന്ന, ദൈവവുമായി എന്നേക്കും അകലുന്ന, ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത ഒരു ഭീകരമായ ചതിക്കുഴി, ചതുപ്പ് എന്നുറക്കെ പറയാൻ കഴിയുന്ന ആ നരകം ഒരിക്കലും ഒരു മടങ്ങി വരവില്ല. അനാദികാല നിത്യതയിലുള്ള ദൈവിക പദ്ധതിയുടെ അവസാനമെന്ന് വേണമെങ്കിൽ പറയാം. ആ പദ്ധതിയെ നമ്മളൊന്ന് ഗ്രഹിച്ചാൽ നരകത്തിൻ്റെ ഭീകരത മനസ്സിലാക്കണം. നിത്യനായ ദൈവമൊരുക്കിയ നരകം നിത്യമാണ്. ആ നരകത്തിൻ്റെ വേർപാട് കാൽവറിയിൽ നോക്കിക്കേ. നസറായന്റെ കഷ്ടാനുഭവത്തിൻ്റെ വേള, തൻ്റെ അധരചലനം സപ്തമൊഴി പ്രവാഹം ആരംഭിക്കുമ്പോൾ ആ ശബ്ദബീജിയെ ശ്രദ്ധിക്കണം. ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാപിയെ, നീ അനുഭവിക്കേണ്ട നരകത്തിൻ്റെ വേർപാട് കാൽവറിയിൽ നസറായൻ ഏറ്റെടുക്കുന്ന കാഴ്ചകളുണ്ടോ? പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ പാപമില്ലാത്ത പരിശുദ്ധന്റെ കാൽവറി നമ്മെ നോക്കി പറയുന്നു, നീ നരകത്തിൽ അനുഭവിക്കേണ്ട നിത്യമായ വേർപാട് കാൽവറിയിൽ പാപമില്ലാത്തവൻ നിനക്ക് പകരം അവൻ ഏറ്റെടുക്കയാ. നരകം ദാഹത്തിന്റെ സ്ഥലമാണ്. യാതനാ സ്ഥലത്ത് കിടക്കുന്ന ധനവാന്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലാസറിന്റെ കൈ വിരൽ മുക്കി ഒരുത്യ ദാഹജലം എൻ്റെ നാവിൽ ഒരു തുള്ളിയെങ്കിൽ തുള്ളി ഒന്നിട്ടിരുന്നെങ്കിൽ അവൻ ദാഹിക്കുക. നരകം ദാഹത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ കാൽവറിയിലേക്ക് നോക്കിക്കേ. നസറായന്റെ കഷ്ടാനുഭവത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ മുഴങ്ങുന്ന ശബ്ദം, ഐ തസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. നരകത്തിൻ്റെ ദാഹം എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ പാപമില്ലാത്ത പരിശുദ്ധൻ അനുഭവിക്കുമ്പോൾ നരകം നിനക്ക് മുൻപിൽ വെച്ച ഭീകരമായ ദാഹം അവൻ ഏറ്റെടുക്കുക. നരകത്തിൻ്റെ അടുത്ത സ്വഭാവം, നരകമെന്ന് പറഞ്ഞാൽ നിലവിളിയുടെ സ്ഥലമാണ്. ഇതാ ആ നിലവിളിയുടെ ശബ്ദമല്ലേ കാൽവറിയിൽ മുഴങ്ങുന്നത്? നരകം നിലവിളിയുടെ സ്ഥലമാണെങ്കിൽ കാൽവറിയിൽ മുഴങ്ങുന്നത് അതേ നിലവിളിയാണ്. എനിക്കും നിനക്കും വേണ്ടി അവൻ ഉറക്കെ നിലവിളിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. നരകം നിലവിളിയുടെ സ്ഥലമെന്ന് മാത്രമല്ല, നരകം വേദനയുടെ സ്ഥലമാണ്. പാതാള വേദനകൾ എന്നെ പിടിച്ചു എന്ന് വേദപുസ്തകം ഉറക്കെ പറയുമ്പോൾ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാന്റെ യാതനയുടെ നിലവിളിയുടെ സ്വരം നമുക്ക് കേൾക്കാം. കാൽവറിയിലേക്ക് നോക്ക്.
അവൻ പ്രാണ വേദനയിലായി. ആർക്കു വേണ്ടി? നരകത്തിൻ്റെ വേദന അവൻ ഏറ്റെടുക്കുക, നിന്നെ സ്വതന്ത്രനാക്കാൻ. നരകം കൂരിരുട്ടിൻ്റെ ഇടമാണ്. ഇതാ കാൽവറിയിലേക്ക് നോക്കിക്കേ. നസ്രായൻ്റെ കാൽവറിയിലെ ഭീകരമായ നിമിഷം. അവൻ 3 മണിക്കൂർ കൂരിരുട്ടിൻ്റെ മുൻപിൽ നിന്നു എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ ഇരുട്ടും അവൻ കാൽവറിയിലേറ്റെങ്കിൽ ഇന്ന് രാത്രി ഒരുവന് പറയാൻ പറ്റും, ആത്മീയനായി മാറുമ്പോൾ എന്നോടുള്ള അളവറ്റ അവൻ്റെ കൃപയുടെ മഹത്വം നരകത്തിൽ പോകാതെ എന്നെ വീണ്ടെടുത്തു. നരകമെന്ന ഭീകരതയുടെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു. നരകത്തിലേക്ക് പോകേണ്ട ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ അവൻ എന്നെ സ്നേഹിച്ച് കാൽവറിയിലൂടെ നരകത്തിൻ്റെ ശിക്ഷയേറ്റിട്ട് എനിക്ക് നൽകിയവൻ സമാധാനം. ഇന്ന് രാത്രിയിൽ ഉച്ചഭാഷണയുടെ പരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മിത്രങ്ങളെ, നരകമെന്ന ഭീകരതയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേക വഴി കാൽവറി മുഖാന്തരമാണ്. എന്താണ് കാൽവറി മുഖാന്തരമുള്ള രക്ഷ? പാപിക്ക് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമമാണ്. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ ദൈവത്താൽ നൽകപ്പെട്ട ഏകനാമം കാൽവറിയിൽ നസ്രായൻ ഉയർത്തുന്ന ആ മാർഗമാണ് യേശുവിൻ്റെ മാർഗം. യേശുവിൽ കൂടല്ലാതെ നിത്യരക്ഷ സാധ്യമാകയില്ല. ആകയാൽ ഇന്ന് രാത്രി രക്ഷാമാർഗം യേശു ക്രിസ്തുവാണ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമമാണ്. ആകയാൽ സ്നേഹിത, ജാതിയേതുമാകട്ടെ, മതമേതുമാകട്ടെ, വർഗമേതുമാകട്ടെ, വർണ്ണമേതുമാകട്ടെ, ഇന്ന് രാത്രി പാപിയാണോ? പാപം എന്ന ഭീകര മേരുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിത്യത എന്ന സൗഭാഗ്യ തീരത്തേക്ക് പോകാൻ നിനക്ക് മുൻപിൽ ഏക വഴി യേശു മാത്രമാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ ഹൃദയം കൊടുത്ത് യേശുവിൽ മകനായി മകളായി മാറുന്നതോടെ റോമർ 8:1 പറയുന്നു, ആകയാൽ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, നരകമൊഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ ഹൃദയം കൊടുത്ത് യേശുവിൻ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതോടുകൂടി ഒരുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, അഥവാ പാപി എന്ന ന്യായവിധി കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. സ്തോത്രം. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന വിധിയാണ്. എന്തായി നടന്നുകൊണ്ടിരിക്കുന്ന വിധി? എബ്രായ ലേഖനം 12:8 വാക്യമാണ്. അവിടെ വായിക്കുന്ന പദം എങ്ങനെ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള കാര്യം, കാൽവറിയിൽ പാപി എന്ന നിലയിലുള്ള ശിക്ഷ നടന്നു. അതോടെ യേശുവിൽ വിശ്വസിക്കുന്നവന് അത് പ്രവർത്തിയോഗ്യമായി മാറി. അവൻ പിന്നെ പാപിയല്ല, അവൻ മകന മകള. അങ്ങനെ നമ്മളിപ്പോൾ മക്കളായി മാറി. വീണ്ടെടുപ്പുകാരനായവൻ ഇപ്പോൾ പിതാവായി മാറി. നമ്മൾ പാപിയായിരുന്നു, അപ്പോൾ വീണ്ടെടുപ്പുകാരനായിരുന്നു. ഇപ്പം നമ്മൾ മക്കളായപ്പം വീണ്ടെടുപ്പുകാരൻ പിതാവായി. ആ പിതാവായപ്പോൾ നമ്മളോട് പറയുക, ശിക്ഷാവിധി ഇല്ല കേട്ടോ, നരകമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മക്കളായതിൻ്റെ അന്ന് ബാലശിക്ഷ തുടങ്ങി. സ്തോത്രം. ഈ ബാലശിക്ഷ തുടങ്ങി എന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ നടക്കുന്ന അപ്പൻ മക്കൾ എന്ന ബന്ധത്തിലാണ് ഈ ബാലശിക്ഷ. ഈ ബാലശിക്ഷ എന്ന് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനം 2:11, 12, 13 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വരും. അത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേട് പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ഭക്തിയോടെ നീതിയോടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുക.
ഈ ലോക ജീവിത യാത്ര ഒരാത്മീയൻ ആരംഭിക്കുമ്പോൾ അവൻ നിത്യതയിലേക്കുള്ള യാത്ര നടത്തുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, അനുദിനം കർത്താവിൻ്റെ ഒരു ബാലശിക്ഷയുടെ ഒരു കരം കൂടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിത്യതയിലേക്കുള്ള നിന്റെ യാത്രയ്ക്ക് വേഗത കൂട്ടാൻ, നിത്യതയിലേക്ക് നിന്നെ ഒന്നുകൂടെ അടുപ്പിക്കാനുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടൽ. സ്തോത്രം. ഞാനിതിന് നിരവധി വാക്യങ്ങൾ കാട്ടിത്തരാം. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പത്രോസ് പറയുന്നൊരു പദമുണ്ട് ഈ ബാലശിക്ഷയെ മനസ്സിലാക്കാൻ വേണ്ടിയാ. പത്രോസിന്റെ 1-ാം ലേഖനം 1:7 തീയിൽ ഊതി ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന്. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് കണ്ടോ? തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ ഡൊക്കിമിയോൻ എന്ന പദം അവിടെ വരുന്നു. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ട്രൈ, ടെസ്റ്റ്, പ്രൂവ് എന്ന പദത്തിലൂടെ ആ ആശയം കടന്നു പോകുമ്പോൾ ശോധന എന്ന നിലയിൽ നമ്മളതിനെ ഗ്രഹിക്കുമ്പോൾ ഓർക്കണം, വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന വാക്ക് ഒരു കാര്യം നമുക്കവിടെ പറഞ്ഞു തരുന്നുണ്ട്. എന്താ ഈ വിശ്വാസത്തിൻ്റെ പരിശോധന? അതെങ്ങനായിരിക്കും നടക്കുന്നത്? പൊന്നിനേക്കാൾ, പൊന്നിനെ ശോധന ചെയ്യുന്നതിനേക്കാൾ എന്ന് പറയുമ്പോൾ പൊന്ന് ശോധന ചെയ്യുന്നത് എങ്ങനെയാണോ ഏകദേശം അതേ രീതിയിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരാത്മീയന്റെ വിശ്വാസത്തിൻ്റെ പരിശോധന. എങ്ങനെ ഈ പൊന്നിനെ ശോധന ചെയ്യുന്നത്? പൊന്നിനെ ശോധന ചെയ്യുന്നത് ഇരുമ്പ് പണിയുന്ന പോലല്ല. ഇരുമ്പ് കൊല്ലനാലിയിൽ വെച്ച് പണിയുന്നതും പൊന്ന് തട്ടാൻ പണിയുന്നതും രണ്ടും തീ അതിൻ്റെ ബേസിക് ആണെങ്കിലും പക്ഷേ അതിൻ്റെ ചൂടിന് വ്യത്യാസമുണ്ട്, ഇടത്തിന് വ്യത്യാസമുണ്ട്. അത് രണ്ടും നടത്തുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസമുണ്ട്. ആയുധവും ആഭരണവും പണിയുന്നത് വ്യത്യസ്ത നിലയിലാണ്. ആയുധം പണിയാൻ കൂടുതൽ ചൂട് വേണം, എന്നാൽ ആഭരണം പണിയാൻ, പൊന്നിനെ പണിയുന്നത് ആലയിലല്ലോ. ആലയിൽ വെച്ച് കഴിഞ്ഞാൽ ആലയിൽ ചൂട് കൂടുതൽ വേണം. ചൂട് കൂടുതൽ, വലിയ ചുറ്റിക, വലിയ ഉരുക്കുപീഠം, ഇനി മറുഭാഗത്ത് തെറിക്കുന്ന ഇരുമ്പിൻ്റെ കാസ്റ്റ് അയണിൻ്റെ കൂട്ടം, അങ്ങനെ വിവിധ നിലയിൽ ഒരു കോലാഹലമുണ്ട്. പൊന്ന് ശോധന ചെയ്യുന്നിടത്ത് ശ്രദ്ധിച്ചാൽ അവിടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആള് തട്ടാൻ തന്നെയാ. ആ പൊന്നിനെ അവിടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഏക വ്യക്തി തട്ടാൻ തന്നെയാ. എവിടെ ഈ പൊന്നിനെ വെക്കുന്നത്? വറചട്ടിയുടെ നടുവിലുള്ള ആ കനൽ നിറച്ച ഭാഗത്തിൻ്റെ ഉള്ളിൽ ഒരു ഉരുക്കു പീഠമുണ്ട്. ആ പീഠത്തിൻ്റെ മുകളിലാണ് പൊന്നിനെ തട്ടാൻ കയറ്റി വെക്കുന്നത്. ഇവിടെ ഒരു ഉറപ്പെന്താണെന്നറിയാമോ? ആലയിൽ ചെന്ന് നോക്കിയാൽ ഇരുമ്പ് വലിയ ചൂളയ്ക്കകത്തിരിക്കുക. ആ ചൂളയിലിരുന്ന് തീ കൊണ്ട് മുഴുവനും മൂടി നിൽക്കുന്ന ഇരുമ്പാണെങ്കിൽ ഇവിടെ പൊന്നിൻ്റെ അരികിൽ തീ നമ്മൾ വിചാരിക്കുന്നില്ല. അവിടെ തീ കത്താൻ അനുവാദമില്ല, പകരം കനൽ മാത്രമേ ഉള്ളൂ. കനലിൻ്റെ മുകളിൽ ഉരുക്കു പീഠം ചൂടാകുക മാത്രമാണ് ആ തട്ടാൻ്റെ ലക്ഷ്യം. പിടികിട്ടുന്നുണ്ടോ? ഇതിന്നൊരു ഉറപ്പെന്താണെന്നറിയാമോ? ഈ വാക്ക് പറയുമ്പം തന്നെ ആത്മീകനോടുള്ള ഒരു ഉറപ്പെന്താണെന്നറിയാമോ? നിനക്ക് വരുന്ന പ്രതികൂലത്തിന് ഒരതിരവൻ നിർണയിച്ചിട്ടുണ്ട്. നിനക്ക് വരുന്ന പ്രതിസന്ധിക്ക് ഒരു ഉറപ്പവൻ നിർണയിച്ചിട്ടുണ്ട്. നീ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്ക് അവനൊരു അതിര് നിർണയിച്ചിട്ടുണ്ട്. അതതിൻ്റെ മീതെ കവിയാൻ അവൻ സമ്മതിക്കത്തില്ല. കാരണം നീ അവന്റെ വിലയേറിയതാണ്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കിയേ ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ. ആ പൊന്ന് കുറഞ്ഞ ചൂടിലിരിക്കുമ്പോൾ തട്ടാൻ്റെ ഒന്നാമത്തെ ഉറപ്പെന്താണെന്നറിയാമോ? തീ ആളി കത്താൻ ഞാൻ അനുവദിക്കുകയല്ലെന്നുള്ളതാണ്. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയല്ല. ഈ ഒരു വാക്ക് പറയുമ്പോൾ ഓർത്തോണം,
പൊന്നായതുകൊണ്ട് അതിനെ കരിഞ്ഞു പോകുമെന്ന് ഈ തട്ടാൻ അറിയാൻ, ചൂട് കൂടിയാൽ. അതുകൊണ്ട് തീ ഉണ്ട്, പക്ഷെ കൂടാൻ തീയുടെ ചൂട് കൂടാതെ അതിനെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന തട്ടാൻ്റെ ആ കരുതൽ എത്രത്തോളം വലുതാണോ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ഒരു ആത്മീയനോട് ഇന്ന് രാത്രി കർത്താവിന് പറയാനുള്ളത്, നീ അനുഭവിക്കുന്ന വൈതരണി, നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ആരും കൂടില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ നിന്റെ അരികിൽ ഏറ്റവും ചേർന്ന് ഒരുവനുണ്ട്. അവൻ നിന്റെ ഉടമസ്ഥനാണ്, അവൻ നിന്റെ കൂടെയുണ്ട്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുക. ഒരു മനുഷ്യനും അരികിലില്ലെങ്കിലും ഏകാന്തത അകത്തു പുകയുന്നെങ്കിൽ ആത്മകണ്ണ് തുറന്ന് കാണ് നിന്റെ പ്രാണനാഥൻ. ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾ, മുറിപ്പെട്ട ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ നൊമ്പരങ്ങൾ മാറുക, ഈ രാത്രിയിലെ ആകുലകൾ മാറുക. ചില നിരാശയുടെ മേഖലകളെ ആത്മാവിൽ ജയിച്ച് പുറത്തു വരട്ടെ. റബല രഗന ഘടക രഗന ഘടക രഗജ ശംഭൽ ഖമന ഘടകൽ ഖനാദി. ഈ രാത്രി ചിലർ ധൈര്യം പ്രാപിക്കുന്ന രാത്രിയാണ്. ശത്രുവിന്റെ നിരാശയുടെ വാക്കുകൾക്ക് മീതെ ഒരാത്മികൻ ഈ രാത്രി നടന്ന് കയറുക. ഇന്ന് രാത്രിയിൽ ശത്രുവിന്റെ മതിലിന്റെ മീതെ പടരുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് അഭിഷിക്തഗണം പ്രവേശിക്കട്ടെ. ആത്മാവിൽ പ്രവചിക്ക്, ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ ഉടയ്ക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉരുക്കുപീഠത്തിലിരിക്കുന്ന പൊന്ന് ആ ചെറിയ ചൂടിൽ ഉരുകുമ്പോൾ അരികത്തെ തട്ടാൻ ലെൻസിൽ കൂടെ അതിനെ നോക്കുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധയോടിരിക്കുക. ആ സമയത്ത് അശ്രദ്ധനാകില്ല, എഴുന്നേറ്റ് പോകില്ല. അവന്റെ ദൃഷ്ടി ആ പൊന്നിന്മേലാണ്. ഓർക്കുന്നില്ലേ പ്രിയരെ, പഴയ നിയമത്തിന്റെ വാക്യം, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ, അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുക. നീ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന കാര്യം ഇന്ന് രാത്രി മറക്കരുത്. സ്വർഗം കുനിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് നിന്നെയാണ്. ആദ്യം അവന്റെ ശ്രദ്ധ നിന്നിലാണ്. കാരണം നീയാണ് അവന്റെ രക്തത്തിന്റെ വില, നീയാണ് അവനെ പിതാവെന്ന് വിളിക്കുന്നത്, നീയാണ് അവന്റെ നിക്ഷേപം. പ്രൈസ് ദി ലോർഡ്. ഈ ശോധന ചൂടിൽ കൂടെ പൊന്നിൽ നടക്കുമ്പോൾ ഇത് നമ്മളോട് തുലനം ചെയ്ത് പറയുമ്പോൾ ഇതിന്റെ ഗൗരവം 6-ാം വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവരോട് പറയുക ഈ ശോധനയുടെ റേഞ്ച് എന്താണ്. 1:6 പറയുന്നു, നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഈ പരിശോധന എന്നൊക്കെ പറഞ്ഞപ്പം വിചാരിച്ച് ഈസിയാന്ന്. അടുത്തിരിക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തി നാനാ പരീക്ഷ. ഇപ്പൊ പിടികിട്ടി എണ്ണമൊന്നുമില്ല. പക്ഷെ ഒരു ഉറപ്പായി ഇവിടെ തരുന്നത്. എനിക്കും ഉണ്ട്, പുറത്തുള്ളവർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല അപ്പുറത്തുള്ളവർക്കും ഉണ്ട് ഈ പ്രശ്നം. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, പൊന്നിനെ പോലെ നിൻ്റെ കാര്യം. എന്താണെന്നറിയാം, ഞാൻ കൂടുണ്ട്, ഞാൻ നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ പലരും കരിയുമ്പം നീ കരിയല്ല. കാരണം നിന്റെ നാനാ പരീക്ഷ നിന്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയിക്കാനാ, നിന്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയിക്കാനാ. ഇന്ന് രാത്രി അഭിഷിക്ത ആർത്തലച്ചു വന്ന ഈ പ്രതികൂലം നിന്റെ ശുശ്രൂഷയുടെ മാറ്റ് തെളിയിക്കാനാ. ദൈവദാസി പ്രതിസന്ധി നിന്റെ മാറ്റ് തെളിയിക്കാനാ. നീ ആരെന്നൊന്ന് വെളിപ്പെടുത്താനാ. നീ തലകുനിയാനല്ലിത്, നിന്നെ ഒന്നുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ. സ്തോത്രം, 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 സ്തോത്രം.
ഈ രാത്രി ആ ദൈവ മഹത്വം ഇറങ്ങി വരികയാണ്. ഇവിടെ നാനാ പരീക്ഷ, അവിടെ നാനാ പരീക്ഷ, നാനാ എന്ന വാക്ക് പൊയ്ക്കിലോസ് എന്ന ഗ്രീക്ക് ഉപയോഗിക്കുക. പക്ഷേ ഈ പൊയ്ക്കിലോസ് എന്ന വേർഡ് ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഒരിടത്തൂടുണ്ട്. അത് 4:10. അവിടെ ഈ നാനാ പരീക്ഷയുടെ എണ്ണത്തിൽ പൊയ്ക്കിലോസ് വന്നെങ്കിൽ ഈ 4:10 ഈ സാധനം കൊണ്ട് എഴുതി വെച്ചത് എന്തിനാണെന്നറിയാവോ? ഒന്ന് വായിക്കണം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ, ഈ വിവിധം ഇവിടെ വന്നപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെന്നറിയാമോ? വിവിധമായ ദൈവകൃപയുടെ, ദൈവകൃപ. അപ്പൊ അവിടെ നാനാ പരീക്ഷയിൽ പൊയ്ക്കിലോസ് നിൽക്കുമ്പോൾ ഇവിടെ കൊണ്ടത് കണക്ട് ചെയ്യുന്ന എവിടെന്നറിയാമോ? വിവിധമായ കൃപയാ. എന്താ അർത്ഥമെന്നറിയാമോ? ഈ പൊന്നി എന്നും ഈ ഉരുക്കുപീഠത്തിൽ ഇരുന്ന് ഉരുകുകയല്ല, അതിനൊരു ടൈമുണ്ട്. അതിനൊരു ടൈമുണ്ട്. എപ്പോൾ വരെ അത് അവിടെ ഇരിക്കണം? ഒറ്റ മറുപടിയേ ഉള്ളൂ. തട്ടാൻ പറയും, നിന്നെ എപ്പം ഞാൻ ഇറക്കുമെന്നറിയാമോ? ആ പൊന്നിലെ ഉരുകുമ്പോൾ കീടം പുറത്തു വരും. അത് ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്തു മാറ്റും. മാറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മുഖം അതുപോലെ ആ പൊന്നിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതോടെ ഞാനിതിനെ പുറത്തിറക്കും. ഇന്ന് രാത്രി മനസ്സിലാക്കണേ, എത്ര നാൾ ഈ പ്രതികൂലമെന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി: പ്രാണനാഥന്റെ തേജസ്, പ്രാണനാഥന്റെ മുഖം നിന്നിലൊന്ന് പ്രതിബിംബിക്കുമ്പോൾ, നീ അവനെ പോലെ ആകുമ്പോൾ, ഇന്ന് രാത്രി ആ ദൈവകൃപയുടെ പകർച്ച വെളിപ്പെടുക. ഈ രാത്രി ചില നിരാശപ്പെട്ടിരിക്കുന്നവർ കരുത്തരായി മാറുന്ന രാത്രിയാണ്. ഉടഞ്ഞുപോയ ചില വ്യക്തികൾ ഈ രാത്രിയിൽ കരുത്തരായി മാറുന്നുണ്ട്. നിനക്ക് നേരെ ആർത്തലച്ച് വന്ന പ്രതികൂലങ്ങളെ കണ്ട് നിരാശയുടെ വാക്കല്ല, ഇന്ന് രാത്രി പ്രത്യാശയുടെ അധരം ഉയർത്തി പറയണം: ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ഞാൻ പൊന്നാണോ? പൊന്നു പോലെ തന്നെ ഞാൻ പുറത്തു വരും. കേറിയ പോലല്ല പുറത്തു വരുന്നത്, മാറ്റേറി. ഹല്ലേലൂയ. മാറ്റേറി വരുന്നത് ഇവിടെ പറയുന്നു. പൊയ്ക്കിലോസ് എന്ന വാക്കിന്റെ അർത്ഥം വിവിധ വർണ്ണത്തിലുള്ളത്, മഴവില്ല് പോലൊക്കെ ഉള്ളതിനെ പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൂലം വിവിധ വർണ്ണത്തിലാണെങ്കിൽ വിവിധ വർണ്ണത്തിലുള്ള കൃപ പുറകെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എത്രത്തോളമാണോ വിശ്വാസത്തിൻ്റെ ആ ശോധനയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നത്, അത്രത്തോളം ദൈവകൃപയുടെ ഒരു വലിയ അലങ്കാരം. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നത്, നീ കേറിയ പ്രതികൂലത്തിൽ നിന്ന് തിരിച്ചിറങ്ങും കേട്ടോ. ഇറങ്ങുന്നത് പോയതുപോലല്ല, ദൈവകൃപയുടെ വർധനവോടായിരിക്കും. ഇന്ന് രാത്രി ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുന്നത്, കേറിയത് വേദനയോട്, നിന്നയോടെയാ, പക്ഷെ തിരിച്ചിറങ്ങും അതിനകത്തുനിന്ന് വിവിധ കൃപയുടെ പകർച്ചയോടെ. യോസഫേ, നീ കേറിയത് സ്വപ്നക്കാരനായിട്ട്, പക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്നത് സ്വപ്നക്കാരനായിട്ടല്ല, ദർശനം വ്യാഖ്യാനിക്കുന്നവനായി. ഓ ശരബലരബന സന്ധരഗഡഗൽ ഖനാധര. ഹല്ലേലൂയ. അപ്പൊ ഈ ശോധന വിവിധ പരിശോധനയാണ്, വിവിധ കഷ്ടമാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ നന്മയ്ക്കാതെ, എൻ്റെ നന്മയ്ക്കാതെ. ഞാനൊരു വാക്കൂടെ ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാശയം കൂടെ കിട്ടും. സങ്കീർത്തനം 51:8 ഒരു വാക്യമുണ്ട്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയും യാചനയുമാണ്: സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. നീ ഒടിച്ച അസ്ഥികൾ. ഇത്രേ ഉള്ളൂ. ഇതെന്താന്ന് ചോദിച്ചാൽ, ഈ ബാലശിക്ഷ കിട്ടിയ ആട് കരയുക. ഈ ബാലശിക്ഷ കിട്ടിയ ആടിനും ഇടയനും മാത്രം അറിയാവുന്നൊരു ഇൻസിഡൻ്റായത്. എന്തെന്നറിയാമോ? പാലസ്തീൻ്റെ മണ്ണിൽ ആടിനെ മേയ്ക്കാൻ ഇടയൻ പോകും. ഈ 99 കൊണ്ട് പോകുമ്പോൾ ഒന്ന് ഈ കൂട്ടം തെറ്റും, വഴി അറിയാതെ തെറ്റും. അതിനെ ഇടയൻ 99 ലായത്തിൽ വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ ഒരു പോക്കുണ്ട്.
99 ആടും നോക്കുമ്പോൾ ഞങ്ങളെയും കളഞ്ഞിട്ട് ഒന്നിൻ്റെ പുറകെ പോവുക. നല്ല ഇടയൻ. 99 വിട്ടിട്ട് ആ ഒന്നിനെ കാണുമ്പോൾ ഇടയൻ ചുമലിലെടുത്തുകൊണ്ടാണ് വരുന്നത്. ആ ചുമലിലിരിക്കുന്ന ആടിൻ്റെ ചിന്ത, ഓ എൻ്റെ ഇടയൻ നല്ല ഇടയനാണ്, എന്നെ കളഞ്ഞില്ല, എന്തൊരു സ്നേഹമാണ് എന്നോട്. 99 ആടും നോക്കുമ്പോൾ ദേ പോയതിനെ ചുമന്നുകൊണ്ട് വരിക. ഇവനീ പോയിട്ട് വരുമ്പോൾ ഇവന് ഭയങ്കര ഉത്സാഹമാണ്. അവൻ കുറേ കഴിയുമ്പോൾ അവന് വീണ്ടും തോന്നും ഒന്നുകൂടെ പോയാലും കുഴപ്പമൊന്നും ഇല്ല. 2ാം ട്രിപ്പ് ഇവൻ പോകും കേട്ടോ. പോകുമ്പോൾ ഇടയൻ ഇത്തവണ പോകുന്നത് ഒരു ചെറിയ കയറും കൊണ്ടാണ് പോകുന്നത്. 99 ആട് നോക്കുമ്പോൾ ഇവൻ താണ്ട് ഓടിപ്പോയിട്ട് ഇടയൻ വീണ്ടും പോകുമെന്നേ. ചെന്നിട്ട് അതിൻ്റെ ചിന്ത, ഇടയൻ ചുമലിൽ കയറ്റുവണ്ണ ഇത്തവണ ചുമലിലില്ല, ഒരു കയറ് കഴുത്തി കുരുക്കി വലിച്ചുകൊണ്ട് വരിക. ഇടയൻ്റെ പുറകെ വലിച്ചുകൊണ്ട് വരുമ്പോൾ അവന് ഇത്തിരി പ്രയാസമുണ്ട്. പക്ഷേ ഇടയൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ പുലിക്കും കൊടുക്കുകയല്ല, കരടിക്കും കൊടുക്കുകയല്ല, സിംഹത്തിനും കൊടുക്കുകയല്ല, നീ ഓടിയാലും ഞാൻ വലിച്ചുകൊണ്ട് വരും. 99 ആടും പറയും ഞങ്ങളുടെ ഇടയൻ നല്ല ഇടയനാ, കണ്ടില്ലേ അവനെ കളഞ്ഞില്ലെന്നേ. ഈ ആട് കുറേ ദിവസം കഴിയുമ്പം വീണ്ടും പോകും, ഉറപ്പ്. ഇത്തവണ ഇടയൻ പോകുമ്പോൾ നിന്റെ വടിയും കോലും, അതിലെ വടിയും കൊണ്ടാണ് പോവുക. വടിയും കൊണ്ട് ചെല്ലുമ്പം ആടിനറിയാം ഇടയൻ വരുന്നുണ്ട്, കയറ് കെട്ടി വലിക്കും. ഇല്ല, അടുത്ത് ചെന്നാൽ വടി കൊണ്ടൊരെണ്ണം കൊടുക്കും. അടി കിട്ടുമ്പോൾ ഒറ്റ ഓട്ടം. ഇന്നലെ വലിച്ചുകൊണ്ട് പോയാൽ ഓർമ്മയുണ്ട്, ആ റൂട്ട് തപ്പി പിടിച്ചൊരു ഓടി അങ്ങ് കയറുന്ന ഉടനെ 99 ആടും പറയും നല്ല ഇടയൻ, പോയവനെ ദേ സ്നേഹിച്ച് കൊണ്ടുവരുന്ന കണ്ടോ. ഈ ആട് മാത്രമേ അറിഞ്ഞുള്ളൂ ഈ അടി കിട്ടിയത്. ഈ ആട് മാത്രമേ അറിഞ്ഞുള്ളൂ. കുറേ ദിവസം കഴിയുമ്പോൾ ഈ ആടിന് പിന്നെയും തോന്നും, ആ ചൂട് പോയി അടിയുടെ, എന്നാൽ ഒന്നുകൂടെ പോയേക്കാം. ഇത്തവണ ഈ ആട് പോകുമ്പോൾ ഇടയൻ ചെല്ലുമ്പം പുള്ളിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ അടിയുടെ ഓർമ്മയാണ്. ഓടി വന്ന് കയറും. പക്ഷേ ഇടയൻ പെടത്തില്ല. 99 ആടിൻ്റെ മുൻപിൽ ആ ലായത്തിലെ കുറ്റിയിലോട്ട് അതിൻ്റെ കഴുത്ത് ചേർത്തങ്ങ് കെട്ടിയിട്ട് ഈ ക്ഷുദ്രജീവികളായ സിംഹത്തെയും കരടിയെയും പുലിയുമൊക്കെ എതിരിടാനുള്ള ആ കോലെടുത്തുകൊണ്ട് വന്നിട്ട്, ഉരുക്ക് ദണ്ട് പിടിയുള്ള ആ കോലെടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഓടാൻ സഹായിച്ച മുൻകാലുകൾ രണ്ടും തല്ലി 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 അങ്ങോട്ടിക്കും. ഇത് ഒട്ടിക്കുന്ന ഉടനെ 99 ആടും വിറയ്ക്കും, പേടിക്കും. എടാ നമ്മുടെ ഇടയൻ ചുമന്നുകൊണ്ട് വരും, ഓടിച്ചു കയറ്റും, വലിച്ചുകൊണ്ട് വരും. പിന്നെ പോയ ദേണ്ടടാ ഒട്ടിക്കുന്ന ഇടയനാണ്. ഈ ആട് കടന്നലറുക, കരഞ്ഞ് നിലവിളിക്കുമ്പോഴും ഇടയൻ്റെ മനസ്സ് പറയുന്നുണ്ട് നിന്നെ കളയാൻ പറ്റുകയില്ല, എനിക്ക് ഓടിച്ചിട്ടാണെങ്കിലും പുലിക്ക് ഞാൻ കൊടുക്കുകയില്ല, ഓടിച്ച് എൻ്റെ കൂട്ടിലിട്ടാലും സിംഹത്തിന് ഞാൻ കൊടുക്കുകയില്ല, കരടിക്ക് ഞാൻ കൊടുക്കുകയില്ല. നിന്നെ എനിക്കങ്ങനെ കളയാൻ പറ്റത്തില്ല. എനിക്ക് കളയാനുള്ളതല്ല നീ പുറത്തോട്ട് പോയാൽ, എൻ്റെ പരിധി വിട്ടാൽ ഞാൻ നിന്നെ ഓടിച്ചിട്ട് ഞാൻ നിനക്ക് ഭക്ഷണം വരും. ഈ ആട് കിടന്ന് പടയ്ക്കുക. കുറെ കഴിയുമ്പോൾ ഇടയനതിന് പച്ചമരുന്ന് പൊതിയും, മരക്കൊമ്പ് കയറി കെട്ടിയിട്ട് ഒടിഞ്ഞ കാല് സുഖപ്പെടാൻ വേണ്ടി കയറൊക്കെ കൊണ്ട് കെട്ടി പച്ചമരുന്ന് പൂശും. എന്നിട്ട് 99 മേയാൻ കൊണ്ടുപോകും മുൻപ് ഈ ഒടിഞ്ഞ കാല് സുഖപ്പെട്ടതിൻ്റെ അടുത്ത് വന്നിട്ട് അതിന് എണ്ണ പൂശും, അതിന് വെള്ളം കൊടുക്കും, അതിന് ഭക്ഷണം കൊടുക്കും. എന്നിട്ട് 99 കൊണ്ട് പോവുക മേയാൻ. ഈ ഒടിഞ്ഞ കാലും കൊണ്ട് ഈ കെട്ടുമുട്ടി കിടക്കുന്ന ആട് കാല് നീട്ടി വെച്ച് കരയുന്ന കരച്ചിലാണ് വായിച്ചത്. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണം. നീ ഒടിച്ച അസ്ഥികൾ 10-20 ദിവസം എടുക്കും ഈ കാലൊന്ന് സുഖപ്പെടാൻ. 20 ദിവസം കഴിഞ്ഞതിൻ്റെ കാലിൻ്റെ കെട്ടഴിക്കും. എന്നിട്ട് 99 കൂടി ഇതിനെ കൂടെ കയറ്റി മേയാൻ കൊണ്ടുപോകും. 99 പുൽപ്പുറങ്ങൾ കണ്ട് മേഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ഈ ഒടിഞ്ഞ കാല് സുഖപ്പെട്ടത് ഇടയനെ മുറ്റി, ഇടയനെ ഉരുമി, ഇടയൻ്റെ കൂടി ഇങ്ങനെ പോവുക. അപ്പം ഇടയൻ്റെ ഒരു ചോദ്യമുണ്ട്, നിനക്കെന്താ അവരുടെ കൂടെ പോകാൻ പറ്റാത്തത്? ആടിനൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ശിക്ഷ
എനിക്ക് തന്നതെന്തിനാന്ന് എനിക്കറിയാം. നിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞു, നിൻ്റെ കരുതൽ ഞാൻ അറിഞ്ഞു, നിൻ്റെ മനസ്സ് ഞാൻ അറിഞ്ഞു, നിൻ്റെ ഇഷ്ടം അറിഞ്ഞു. എനിക്ക് നിന്നെ മതി, നീ തരുന്നത് മതി, നിൻ്റെ കൃപ മതി, നിൻ്റെ പരിചരണം മതി, നിൻ്റെ സാന്നിധ്യം മതി, നിൻ്റെ ഇഷ്ടം മതി, നിന്നെ മതി എനിക്ക്. നിന്നെ പിരിഞ്ഞ് ഞാൻ ഇനി പോകയില്ല. ഈ രാത്രി നിത്യ വീട്ടിലേക്കുള്ള യാത്ര ഞെരുക്കത്തിൻ്റെ പാതയിൽ കൂടെ. ഈ യാത്ര നമ്മൾ തന്നെ പോകാൻ ശ്രമിച്ചാൽ പറ്റില്ല. കാരണം അപ്പുറത്ത് വിശാല പാതയാണ്, സ്പീഡ് ലിമിറ്റില്ല, ക്യാമറയില്ല, ഹമ്പില്ല, ഡിപ്പില്ല. ആൾ കൂടുതൽ പോകല്ലേ. അതിന് റോഡ് നല്ലതാ, എങ്ങോട്ടാ പോകണ്ടതെന്നറിയില്ല. ഇത് പക്ഷെ വഴിയില്ല. വീട് നല്ലതാ, വഴി ഞെരുക്കവാ, തന്നെ കയറില്ല. അതുകൊണ്ട് ആ ഇടയനുണ്ടല്ലോ, നടത്തുക, ഇടയൻ കീഴത്തുക, ഇടയൻ തണുപ്പിക്കുക, ഇടയൻ വഴി നടത്തുക. എന്തിനാണെന്നറിയാമോ? വീട്ടിലെത്തണം, വീട്ടിലെത്തണം. അതാ നാം അറിയേണ്ടത്. നമ്മൾ നടക്കുകയല്ല, നടത്തുക. എങ്ങനെയാണെന്നറിയാമോ? ചെന്ന് സ്റ്റക്കാകുമ്പോൾ ചെറിയ ശിക്ഷ തന്നിട്ട് മുമ്പോട്ട് പോകുമോനെ, ഒന്ന് വിടറുമ്പം പറയും മുമ്പോട്ട് പോകുമോനെ. എവിടെങ്കിലും ചെന്ന് കുരുകുമ്പോൾ അവൻ വീണ്ടും ബാലശിക്ഷ തന്ന് മുൻപോട്ട് കൊണ്ടുപോകുക. കാരണം നരകത്തിൽ വിടാതെ നിത്യ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞവന് പറയാൻ പറ്റും, ഇതാണ് ഒരപ്പൻ്റെ മനസ്സ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ. ഒരു സ്തോത്രം പറയാമോ ഈ രാത്രി? ഇതൊരാത്മീയന് പറയാൻ പറ്റും, എൻ്റെ കഷ്ടതകളെല്ലാം എന്നെ സ്വർഗത്തോട് അടുപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരാത്മീയൻ ഇന്ന് രാത്രി പറയും, നിരാശയുടെ വാക്കല്ല, സന്തോഷമാണ്. അവനെല്ലാത്തിനും സ്തോത്രം പറയുക. ഇതെന്നെ നിത്യതയോട് കൂടുതൽ അടുപ്പിക്കാനാ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന വിധി. അപ്പം ഇനി 3 നടക്കാൻ പോകുന്നതാണ്. അനധിവിദൂര ഭാവിയിൽ നടക്കാൻ പോകുന്ന വിധി. പത്രോസിന്റെ ലേഖനം 4:17 ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അവർ പറയുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ലജ്ജിക്കരുത്. കാരണം ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായി. അർത്ഥമെന്താ? ദൈവസഭയുടെ വിധി നടക്കാൻ പോകുകയാ. എന്തായി നടക്കാൻ പോകുന്ന വിധി? ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതായ ഒരു സാഹചര്യം. ഒരു സെക്കൻഡിൽ ഒരു കൂട്ടം ജനം ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു കൂട്ടമുണ്ട്. ഈ താമസം പിന്നെ നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്, ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇന്ന് രാത്രി കർത്താവ് മടങ്ങി വന്നാൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, കർത്താവായ യേശുക്രിസ്തു ദൈവസഭയെ വിധിക്കാൻ പോകുകയാണ്. 2 വാക്യങ്ങൾ ഒരുമിച്ച് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാം. 2 കൊരിന്ത്യർ ലേഖനം 5:10, റോമാലേഖനം 14:10-12 വായിച്ചോളൂ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും. ഇനി റോമാലേഖനം 14:10-12, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. 12-ാം വാക്യം, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ 2 വാക്യങ്ങളെ ചേർത്ത് ഒന്ന് പറയാം. കാഹളം മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് എവിടെയാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിലേക്ക്, മണിയറയിലേക്ക്. കാഹളം മുഴങ്ങുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം, ഇവിടുന്ന് പോകുന്ന കൂട്ടം, 2 കൂട്ടം ഇവിടുന്ന് പോകും. ഞാനത് പറയാൻ വേണ്ടിയാണ് ഈ വാക്യം 2ഉം വായിച്ചത്. അവിടെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. ശരീരത്തിലിരുന്നവരും ശരീരത്തിലിരിക്കാത്തവരും.
ഈ ശരീരത്തിലിരുന്നതാരാ? എന്താ ഈ ശരീരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ? ഒരാൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ മരിക്കും വരെയോ കാഹളം മുഴങ്ങും വരെയോ. 20 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ വ്യക്തി 30-ാം വയസ്സിൽ മരിച്ചാൽ അദ്ദേഹം 10 വർഷം ശരീരത്തിലിരുന്നു. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷമുള്ള ഓരോ നിമിഷവും ശരീരത്തിലിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര. അതാണ് ഒരു കാര്യം. അപ്പൊ ഈ ശരീരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം ഇവിടെ ജീവിച്ച നാളുകൾ. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ കാഹളം മുഴങ്ങുമ്പോൾ പോകുന്ന 2 കൂട്ടത്തിൽ, ഒന്ന് ശരീരത്തിൽ ഇരുന്നവര്, 2 ശരീരത്തിൽ ഇരിക്കാത്തവരാരാന്ന് ഞാൻ പറയാം. ഈ രക്ഷിക്കപ്പെട്ട ഉടനെ മരിച്ചവരുണ്ട്. ഈ വെന്റിലേറ്ററിൽ കിടക്കായിരുന്നു. അപ്പോഴാണ് സുവിശേഷം കേട്ടു. അന്നേരം അങ്ങ് തീരുമാനിച്ചു, കർത്താവെ എന്നെ കൂടെ രക്ഷിക്കണേ, ഞാൻ നിന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണെന്ന്. അന്ന് തന്നെ അങ്ങ് മരിച്ചുപോയി. അവർക്ക് ശരീരത്തിൽ ഇരിക്കാൻ പറ്റിയില്ല. ഇപ്പം പിടികിട്ടിയോ? ഇനി അടുത്തൊരു കൂട്ടമുണ്ട്, ഈ ശിശുക്കളുണ്ട്. അവര് ശരീരത്തിലിരിക്കാൻ പറ്റാത്തവരാ. ഇനി അടുത്തൊരു കൂട്ടമുണ്ട്, ഇവർ രക്ഷിക്കപ്പെട്ട ഉടനെ കാഹളം അങ്ങ് മുഴങ്ങി. അതായത് കാഹളം മുഴങ്ങുന്നൊരു സമയമുണ്ട്, എപ്പോഴാണെന്നറിയില്ല. പക്ഷേ ആ ഒരു സെക്കൻഡിൽ രക്ഷിക്കപ്പെടുന്നവരുണ്ടാവും. അതായത് അതുവരെ കൊടിയ പാപിയായിരുന്നു. അന്ന് കർത്താവേ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമേ. ആ ഒരു സെക്കൻഡിൽ കാഹളം അങ്ങ് മുഴങ്ങിപ്പോയി, അവനും അങ്ങ് പോയി. ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനെ ശരീരത്തിലിരിക്കാൻ പറ്റാത്തൊരു കൂട്ടം പോകും. പിന്നൊരു കൂട്ടമാണ് നമ്മളെപ്പോലുള്ളവർ. 50 കൊല്ലമായിട്ട് ഞാൻ ആദ്യത്തേത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ആരുമില്ല, അല്ലേ? പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ചിൽ ആദ്യമായിട്ട്, അല്ലേ? അപ്പോൾ എന്നാ എണ്ണിക്കോണം ശരീരത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം ഇങ്ങനെ 2 കാറ്റഗറി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ശരീരത്തിൽ ഇരിക്കാത്തവരെ കുറിച്ച്. അവർക്ക് പേടിക്കൊന്നും വേണ്ട. അവർ ഈ മോഡറേഷൻ കിട്ടി പോകുന്നവരാണ്. അവർക്കൊന്നും പേടിക്കണ്ട. അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു അമ്പരപ്പാണ്. ഈ സ്വർഗത്തെക്കുറിച്ചൊന്നും വെളിപ്പാട് പുസ്തകം ഒന്നും അറിഞ്ഞിട്ടല്ല. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗമൊക്കെ കണ്ടിട്ട് അവർക്കൊരു അമ്പരപ്പാണ്. ദൂതന്മാരെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു വെപ്രള. ഇവർക്കാകെ അത്ഭുതമാണ്. കാരണം ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നേ? ഞാനും വന്നു. ഇതാണോ സ്വർഗം? ഇങ്ങനെ നടക്കുക. പിടികിട്ടിയോ? വലിയ ടെക്സ്റ്റൈൽസ് കട കയറിയിട്ട് നമ്മുടെ ചില സഹോദരിമാർ നടക്കുന്ന പോലെ കയറി കഴിയുമ്പോൾ അത് പുറത്ത് നിന്നാ കണ്ട, അകത്ത് കയറിയപ്പോൾ കൂടി നടപ്പുണ്ട്. ഒന്നും എടുക്കുമോ അതുമില്ല, ഇത് മുഴുവൻ കണ്ടു കിടക്കുക. അങ്ങനെയാണ് ഈ മോഡറേഷൻ കിട്ടിയവർ. ഇനി അടുത്തൊരു കൂട്ടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിലിരുന്നവർ. അവരറിയേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഈ പുറത്തുള്ളവർ കേൾക്കേണ്ടത്. ഈ ഞങ്ങളുടെ കാര്യമാണ് ഇനിയും പറയുന്നത്. ഞങ്ങളുടെ ഗതി ഇതാണെങ്കിൽ നിങ്ങളുടെ ഗതി അതാ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഞങ്ങൾ പോയി നിൽക്കണം. എവിടെ നിൽക്കണം? ന്യായാസനത്തിൻ്റെ മുൻപാകെ. ന്യായാസനത്തിൽ ബീമാ സീറ്റ് എന്ന പദമാണ്. ന്യായാസനത്തിൻ്റെ വേദിയിൽ കർത്താവ് ആ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ ഇതുപോലെ ഞങ്ങൾ വന്നങ്ങ് നിൽക്കും. ഒരു വലിയ കൂട്ടമാണ്. ഏഷ്യ ഭൂഖണ്ഡം, അമേരിക്കൻ ഭൂഖണ്ഡം, ആഫ്രിക്കൻ ഭൂഖണ്ഡം, യൂറോപ്യൻ ഭൂഖണ്ഡം, അങ്ങനെ ഭൂമിയിലെ എല്ലാ വൻകരകളിലെ വിശുദ്ധന്മാർ അണിനിരക്കുന്ന വലിയൊരു ക്രൗഡ്. ആ ക്രൗഡിൻ്റെ മുൻപിൽ നസറായനിരിക്കുക. ഇനി അടുത്തതാണ് നാം എല്ലാവരും. അതിൽ പൗലോസുണ്ട്, റോമാ സഭയുണ്ട്, കൊരിന്ത് സഭയുണ്ട്. നാം എല്ലാവരും. അടുത്തതാണ് താൻ പറയുന്നത്, നമ്മിൽ ഓരോരുത്തൻ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ചർച്ചോകോടുകാരെല്ലാം കൂടെ ബാണ്ടറും പിടിച്ച് നിൽക്കുന്നു. അതിൻ്റെ പുറകെ IPC-ക്കാർ, അപ്പുറത്ത് ഷാരോങ്കാർ, ഇപ്പുറത്ത് ബെഥേൽ ഗോസ്പൽ അസംബ്ലി, അപ്പുറത്ത് ഇൻഡിപെൻഡൻറ്റ്, ഇപ്പുറത്ത് IPC-ക്കാർ സ്പെഷ്യൽ. ഇങ്ങനെ ചിന്ത. ഇനി വേറെ ചിലർ ചിന്ത അതല്ല, ഞങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. ചപ്പാത്ത്, കട്ടപ്പന, മുണ്ടക്കയം, ഇതുമല്ല. വേറെ ചിലരൊന്നും വീട്ടുപേരില്ല, ഞങ്ങൾ ഇവിടുത്തെ തെക്കേടത്ത് വടക്കേടത്ത്, അതുമല്ല. പിന്നെ വേറെ ചിലർ ഞാനും അച്ചായനും കൂടെ, അയ്യോ അല്ല, ഇവിടെ തെറ്റി. അപ്പം ഇതുകൊണ്ട് ഒരു സഹോദരിമാരെ ഒരു കാര്യം ഓർത്തു വേണം.
ഇവിടെ നിങ്ങൾ ഈ ഉപദേശിയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയൊക്കെ കറങ്ങി നടന്നത് ശരിയാ, പക്ഷെ അവിടെ ചെല്ലുമ്പം ഇവിടെ പാനലുണ്ട്, ഗ്രൂപ്പുണ്ട്, പ്രത്യേക ഗ്രൂപ്പുണ്ട്, ചെറിയ സംഘം ചേരലുണ്ട്, ഇതെല്ലാം കമ്മിറ്റിയുണ്ട്, കൗൺസിലുണ്ട്. ഇതവിടെ ഈ പരിപാടിയില്ല, ഒറ്റയ്ക്കാണ്. അന്നേരം കമ്മിറ്റിയിൽ അഭിപ്രായം പറഞ്ഞപ്പം പിന്താങ്ങാൻ ഇവിടെ ആളെ കിട്ടി. അവിടെ അതില്ല. ഇപ്പം പിടികിട്ടിയോ? ഇതാ കുഴപ്പം. അവിടെ കമ്മിറ്റി ഇല്ല, അവിടെ അതുകൊണ്ട് കൗൺസിലില്ല. ഒരാൾ പറയുമ്പോൾ മറ്റേ നീ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ബാക്കി എന്ന് പറയും. നീ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏറ്റ് ഞാൻ. അവിടെ അതില്ല. ഈ പറഞ്ഞ പുള്ളികളെല്ലാം മിണ്ടാതെ അവിടെ ഇരിക്കുക. അവിടാണ് പേര് വിളിക്കും. ആരെയാ? ഓരോരുത്തരെ പേര് വിളിച്ച് സ്റ്റേജിലോട്ട് കയറ്റി നിർത്തും. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത്, അവിടെ ഓരോരുത്തരായി വിളിക്കുമെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന വിധിയുടെ പേരെന്താ. അപ്പോൾ ഇവിടെ നടക്കുന്ന വിധി പുറത്തുള്ളവരറിയാൻ വേണ്ടിയാ. ഞങ്ങളുടെ ഈ വിധിയുടെ പേര് ന്യായാസനത്തിൻ്റെ വിധിയാ. ഈ വിധി നരകത്തിൽ കളയാനുള്ള വിധിയല്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്ത നിങ്ങൾക്കൊരു വിധിയുണ്ട്, അന്ത്യന്യായവിധി. ആ അന്ത്യന്യായവിധി ഇതിനേക്കാൾ ഭയാനകമാണ്. ഞങ്ങളെ ശിക്ഷ വിധിച്ച് നരകത്തിൽ കളയുന്ന ഇടമല്ലത്. പിന്നെന്താണെന്നറിയാമോ? ഒന്ന്, ഇവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. നല്ലത് തീയത്, അഗത്തോസ് ഫോളോസ്. അതായത് പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതും. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അവിടെ പറയേണ്ടത് ഏത് പ്രവൃത്തിയാണെന്നൊരു ചിന്ത വരും. ചിലരുടെ ചിന്ത ഏതാ ഞാൻ പറയണ്ടേ? പറയേണ്ടതുണ്ട്, അന്നിപ്പം പറഞ്ഞുതരാം. കർത്താവിനോട് ബന്ധപ്പെട്ട് പ്രയോജനമുള്ളത് അത്രേ ഉള്ളൂ. അപ്പോൾ അവിടോട്ട് സ്റ്റേജിലോട്ട് പേര് വിളിച്ച് കയറ്റി നിർത്തിയിട്ട് നമ്മളോട് പറയാൻ എന്താ പറയണ്ടേ? കർത്താവ് പറയും എനിക്ക് വേണ്ടി പ്രയോജനമുള്ളത് ഏതാ? എനിക്ക് വേണ്ടി പ്രയോജനമുള്ളത്. അപ്പോഴാണ് നമുക്ക് ചിന്ത വരുന്നത്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ലോ, അത് നിനക്ക് വേണ്ടിയല്ലേ? അവിടെ പ്രാർത്ഥിച്ചതോ എൻ്റെ കാര്യം തന്നെയാണ്. ഞാൻ സ്തോത്രകാഴ്ച കേട്ടല്ലോ, അത് നീ മറ്റേ 1 വെച്ചാൽ 10 കിട്ടുമെന്നും പറഞ്ഞല്ലേ? ആന്നു. അപ്പം പിന്നെ കർത്താവ് ചോദിക്കും, പറഞ്ഞേ. ആളുകൾ നോക്കി ആഫ്രിക്കയിലൊക്കെ ഉള്ളവർ ചോദിക്കും, ഇതെവിടെ നിന്ന് വന്നതാ? ഇന്ത്യ എന്നാ? യൂറോപ്പിൽ നിന്നുള്ളവർ ചോദിക്കും, ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഇത് ചപ്പാത്തിലുള്ളതാണ്. അയ്യോ, നമ്മൾ കയറി സ്റ്റേജിൽ നിൽക്കുമ്പോൾ നാട്ടുകാർ ചോദിക്കുക, എത്രയോ പേരാണെന്നറിയാമോ? ഇതുപോലെ നിങ്ങൾ ചിരിച്ച പോലെ ആഫ്രിക്കക്കാരൊക്കെ ചിരിക്കും. നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മൾ കയറി നിന്നിട്ട് മണിക്കൂർ ഒന്നായിട്ടും പറയാനൊന്നുമില്ല. 80 കൊല്ലമായെന്ന് പറയുന്നു, പറയാനൊന്നുമില്ല. 50 കൊല്ലമായി പറയാനൊന്നുമില്ല. ശരീരത്തിലിരിക്കുക 20 കൊല്ലമായി പറയാനൊന്നുമില്ല. അപ്പോഴാ അപ്പുറത്തിരിക്കുന്ന പുള്ളികൾ ഈ ഫ്രീ പാസ് കിട്ടി കയറി വന്നവരിരിക്കുക. അവരിരുന്ന് ചിരിക്കുക, ഇവള് മറ്റേ 30 കൊല്ലമായെന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഒന്നുമില്ല. എൻ്റെ പ്രിയരെ, അവിടെ കയറി നാണം കെടാതിരിക്കുക. ഇത് കേട്ടിട്ട് പോകാതിരിക്കണ്ട, ഇതും കേട്ടിട്ട് പോകാതിരിക്കണ്ട. നിങ്ങളതുകൊണ്ട് ഇത് കേട്ടിട്ട് ഞാൻ പറയുന്നവരോട് പോകാതിരിക്കരുത്. പോണം, അതാണ് നല്ലത്. നരകത്തിൽ പോകുന്നേക്കാൾ നല്ലതാണേ. നരകത്തിൽ പോകുന്നേക്കാൾ നല്ലതാ. അവിടെ ചെന്നാൽ ഒന്ന് നമ്മൾ ബോധിപ്പിക്കണം. എന്ത് ബോധിപ്പിക്കണം? കർത്താവിനോട് പ്രയോജനമുള്ളത്. ഞാനവിടെ ചെന്ന് പറയുന്ന കർത്താവെ പ്രസംഗിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കും, പ്രസംഗിച്ചത് എനിക്ക് പ്രയോജനമായിരുന്നോ? ദേശുമാരെ ഈ ഒരു ചോദ്യം ചോദിക്കും. ഓരോ ഞായറാഴ്ചയും പ്രസംഗിക്കുമ്പം കർത്താവ് ചോദിക്കും, എനിക്ക് പ്രയോജനമായിരുന്നോ? ശരിക്കും നമ്മൾ പറയും, നമുക്ക് നല്ല പ്രയോജനമായിരുന്നു, എനിക്ക് നല്ല പ്രയോജനമായിരുന്നു, നല്ല പ്രയോജനം, എനിക്ക് നല്ല മീറ്റിംഗ് ആയിരുന്നു. കർത്താവ് നിനക്ക് നല്ലതാണ്, പക്ഷേ എനിക്ക് ഇപ്പം പിടികിട്ടിയോ കാര്യം? നമ്മുടെയൊക്കെ പ്രസംഗമൊക്കെ കാണും അവിടെ. അതല്ലേ എനിക്ക് വിഷമം. ഞാനിന്ന് ഇത് പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവിടെ ചെന്ന് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ പ്രിയരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നാണം കിടത്തേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഒന്ന് ബോധിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആട്ടെ. നമ്മൾ പറയും കൺവെൻഷൻ നടത്തി, കൺവെൻഷനിൽ ഞാൻ പിരിവ് കൊടുത്തു, കൺവെൻഷനിൽ ഞാൻ കസേര ഇട്ടു, കൺവെൻഷനിൽ ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി, ഭക്ഷണം ഉണ്ടാക്കി, ഞാൻ ഇപ്പം പോസ്റ്റ് ഒട്ടിച്ചു. ഇതൊക്കെ പ്രവൃത്തിയാണ്, കർത്താവിനും വേണ്ടിയുള്ള പ്രവൃത്തിയായിട്ട്. ട്രാക്ട് കൊടുത്തു, പരസ്യവും നടത്തി, ഞാൻ സുവിശേഷം പറഞ്ഞു, സ്കൂളിൽ ഞാൻ സുവിശേഷം പറഞ്ഞു, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തു.
കർത്താവ് പറയും നല്ല പ്രവൃത്തി. എല്ലാവരും ക്ലാപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഈ ബോധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോൾ നല്ലവനും വല്ലവനും ആയിരുന്നു തുടങ്ങിയിട്ട് നമ്മൾ പറയും വീഴ്ചയും താഴ്ചയൊക്കെ എനിക്ക് ഉണ്ടായി. അത് നമ്മൾ അത്രയേ ഉള്ളൂ, അത് നമ്മൾ പറയത്തില്ല. അതത്രേ ഉള്ളൂ. വലിയതാണെങ്കിലും വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്നു. പക്ഷെ മറ്റേത് നമ്മൾ പറയും. ഞാൻ അങ്ങോട്ട് പോയപ്പം നടന്നു വന്ന സമയത്ത് രണ്ടുപേരിനോട് സംസാരിച്ചു. അവരിതാ പറഞ്ഞത്, നടന്ന ഒരു കല്ല് ഞാൻ കണ്ടു, ചവിട്ടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു, തൊഴിക്കാൻ തുടങ്ങി, മാറിപ്പോയി. ഇങ്ങനെയൊക്കെ പറയത്തില്ല. അതെല്ലാം വിവരിക്കും, മറ്റേത് പറയത്തില്ല. നമ്മളവിടെ ചെയ്യുന്നത് അങ്ങനെ. അപ്പം നമ്മൾ ചിലത് ബോധിപ്പിക്കുമ്പം നമ്മുടെ ഭാഗം നന്മ ബോധിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് അവിടെ നടക്കാൻ പോകുന്ന കാര്യം കർത്താവ് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3:13 മുതൽ 15. ആ ദിവസം അതിനെ തെളിവാക്കും. ആ ദിവസം തീയോട് വെളിപ്പെട്ടു വരും. മനുഷ്യന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. 2, ദൈവം തെളിവാക്കും. അപ്പോക്കാലിപ്സ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഈ വേദി നിന്നിട്ട് നമ്മൾ ഈ ബോധിപ്പിച്ച കാര്യമില്ലേ, ഈ ബോധിപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയും, മോനവിടെ നീക്ക് പോകാൻ വരട്ടെ. എന്താണെന്നറിയാമോ? നീ ചെയ്ത പ്രവൃത്തിയെ ഞാൻ എങ്ങനെ കണ്ടേന്ന് അറിയണ്ടേ. പാടിയതൊക്കെ നല്ലതാ, പക്ഷേ ഇതിൻ്റെ മറുഭാഗം കർത്താവോടെ വെളിപ്പെടുത്തും. കർത്താവിന് വേണ്ടി ചെയ്തത് നല്ലതാ, പക്ഷേ ഇതിൻ്റെ മറുഭാഗം എല്ലാത്തിനും 2 പുറമുണ്ട്. നമ്മൾ ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ തന്നെ മറുഭാഗത്തുനിന്ന് വീക്ഷിക്കുന്നവൻ അതവിടെ തെളിവാക്കും. ഇനി 3, പിന്നീട് ശോധന പറയുന്നത് തീയിൽ കൂടി എന്ന പോലെ അത്രേ. അതിൻ്റെ അടുത്ത് തീയിൽ കൂടി സിംബോളിക്കലാണ്. അതായത് തീയിൽ കൂടി എന്ന പോലെ എന്ന് പറയുമ്പോൾ ആ തീയിൽ കൂടി എന്ന പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീയിൽ മാത്രം അവസാന വേസ്റ്റും കത്തി മാറാൻ തീക്കേ പറ്റൂ, കത്തി ഗന്ധിക്കേ പറ്റൂ, വേസ്റ്റ് കാണില്ല. അത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പഴുതുപോലും കാണുകയില്ല. എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? എല്ലാ പ്രവൃത്തിയും നമ്മളവിടെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ 4 കാര്യങ്ങൾ കർത്താവ് അവിടെ വെളിപ്പെടുത്തും. അതാ ഈ ശോധന എന്ന് പറഞ്ഞത്. നമ്മളിവിടെ ചെയ്ത വലിയ പ്രവൃത്തിയുണ്ടല്ലോ, എല്ലാ പ്രവൃത്തിയുടെ 4 കാര്യം അവിടെ വെളിപ്പെടുത്തും. ഒന്നാമത്തെ കാര്യം സഭാപ്രസംഗിയുടെ പുസ്തകം 14:14 വാക്യമാണ്. മനുഷ്യൻ്റെ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും. എന്താണെന്നറിയാമോ? എല്ലാ പ്രവൃത്തിക്കും ഒരു രഹസ്യമുണ്ട്. നമ്മൾ ഈ എല്ലാ പ്രവൃത്തിയും നടത്തുമ്പോൾ മനസ്സിൽ ആരും അറിയാത്തൊരു രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ട്. അത് മറ്റാർക്കും അറിഞ്ഞുകൂടാ. പുറമേ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞു ഞാൻ കൺവെൻഷൻ്റെ അവസാനത്തെ ആ പാത്രമൊക്കെ ഞാൻ കഴുകിവെച്ചത് കർത്താവേ ആണല്ലേ. നല്ല കാര്യം. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ അന്നേരത്തെ ആ ഉദ്ദേശം ഞാനൊന്ന് വെളിപ്പെടുത്തട്ടെ. അത് ആ ഡിസ്പ്ലേ കാണിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ മൊബൈലിലോട്ട് തന്നിട്ട് നമ്മളെ മാറ്റിയിരുത്തി കാണിക്കല്ല. നമ്മുടെ ചിന്ത നമ്മുടേത് മാത്രം നമ്മുടെയിലോട്ട് തന്നിട്ട് പറഞ്ഞു മാറിപ്പോരുന്ന കാണാൻ. നമ്മൾ മാത്രം മാറിയിരുന്നിട്ട് നിങ്ങൾ മാറിയിരുന്നു ഞാൻ എൻ്റെ കാണട്ടെ, അങ്ങനല്ല. അതവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുക, എല്ലാവർക്കും കാണാം. വെളിപ്പാട് 2:23 ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭ അറിയും. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വേറൊന്നും കാണിക്കുകയല്ല, പേടിക്കണ്ട. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ചിലരുടെ പെട്ടെന്ന് മനസ്സിലൊരു പേടി, ദൈവമേ ഇനി അങ്ങനൊന്നുമില്ല, ദൈവം അങ്ങനൊന്നും എല്ലാം കൂടെ ഒന്നും കാണിക്കത്തില്ല. അവിടെ കാണിക്കുന്നത് കർത്താവിനോട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയുടെ ഉദ്ദേശമാണ്. അതായത് എന്താണെന്നറിയാമോ? നമ്മൾ ആ പ്രവൃത്തി ചെയ്തു, കർത്താവിന് വേണ്ടി പിരിവ് കൊടുത്തു, കൺവെൻഷന് വേണ്ടി പിരിവ് കൊടുത്തു, എല്ലാവരും പിരിവ് കൊടുത്തു, നമ്മളും കൊടുത്തു. ആ പിരിവ് കൊടുത്തത് നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞു. കർത്താവ് പറഞ്ഞു ആ പിരിവ് കൊടുത്തപ്പം മോൻ്റെ ആ ഉദ്ദേശം ഒന്ന് കാണിക്കട്ടെ, അത് ആ ഡിസ്പ്ലേ കാണിക്കും. എന്താണെന്നറിയാം നമ്മുടെ ഉദ്ദേശം? മറ്റേ പുള്ളി കൊടുത്ത് 10,000, മറ്റേ പുള്ളി 10,000, ഈ പുള്ളി 20,000, ഞാൻ കയറി 50,000 അങ്ങ് പറയും. അപ്പോഴെല്ലാവരും പറയും ഓ ഇതില്ലേ, ഇത് മനസ്സിൽ വെച്ചിട്ടായി കൊടുത്തേ. ഇപ്പം ആളെ പിടി. അന്നേരം ഈ പുള്ളി സ്റ്റേജിൽ നിൽക്കുന്നൊരു നിപ്പുണ്ട്, ഇറങ്ങി ഓടാൻ പറ്റുമോ? നാട്ടുകാരെല്ലാം പറയും എൻ്റെ പൊന്നു സഹോദരങ്ങളെ, തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിൽ ചെയ്തോണം, സന്തോഷത്തോടെ കൊടുത്തോണം, ദൈവം പ്രതിഫലം തരുമെന്നും പറഞ്ഞ് കൊടുക്കണം, കർത്താവിന് എന്ന പോലെ കൊടുത്തോണം. അല്ലാതെ കയറി വരുമ്പോഴേക്കും ഹൃദയത്തിൽ പക വെച്ച് വിദ്വേഷം വെച്ച് കൈപ്പോടെ ചെയ്യരുത്, അതവിടെ വെളിപ്പെട്ടു വരും.
രണ്ട്, എല്ലാ പ്രവൃത്തിയുടെയും പിൻപിലുള്ള രഹസ്യം മാത്രമല്ല, നമ്മുടെ ഉദ്ദേശം അങ്ങ് വെളിപ്പെടും. എല്ലാ പ്രവൃത്തിക്കും ഒരു ഉദ്ദേശമുണ്ടല്ലോ. അതാ ഉൾപ്പൂവുകളും നിലവുകളും. നമ്മുടെ എല്ലാ പ്രവൃത്തിക്കും നിലവുണ്ട്, പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ പ്ലാനിങ് ഉണ്ട്. ഞാൻ മാത്രമുള്ള ഈ പാത്രമെല്ലാം കൂടെ കഴുകാനായിട്ട്. അവരും വന്നായിരുന്നല്ലോ, അവർ കഴുകില്ല. എന്നിട്ട് നമ്മൾ കഴുകുക, ചെമ്പ് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല പ്രവൃത്തിയായിരുന്നു, നല്ല കഴുകിക്കൊണ്ട് അല്ലെങ്കിലും അവരെല്ലാം കൂടെ വന്നിരുന്നിട്ട് ഞാൻ മാത്രം എപ്പോഴും വരും, ഞാൻ മാത്രം. ഇതെല്ലാം കൂടെ അവിടെ വെളിപ്പെട്ട് കഴിയുമ്പം ചെമ്പ് കഴുകിയത് പാത്രം ബാക്കി. അവിടെ നിന്നിട്ട് നാട്ടുകാരെല്ലാം പറഞ്ഞു, കർത്താവ് ചോദിക്കുന്നു, ഇനി ഞാൻ എന്തെങ്കിലും തരണോ ഇതിന്? എന്തൊരു കഷ്ടമല്ലേ. പിടി കിട്ടിയോ? ഇന്ന് രാത്രി നമ്മളൊന്ന് ചിരിക്കുമ്പം തന്നെ ഒന്ന് ചിന്തിച്ചോണേ. നമ്മളെല്ലാം നിൽക്കണം, ഒറ്റയ്ക്കാ കയറി നിൽക്കണ്ടേ. അവിടെ കയറി നിന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു ഭാഗം ആ ശരീരത്തിൽ ഇരിക്കാത്തവർ നമ്മളെ കാണുന്നുണ്ട്. അവരിരിക്കും, അവൻ ഇരിക്കാൻ പറ്റാത്ത അവൻ നോക്കിയിരിക്കുക നമ്മളെ. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയാമോ? പ്രവൃത്തി നടക്കുമ്പോൾ ചില വാക്കുണ്ടായിരുന്നല്ലോ. മത്തായി പറയുകയാണ്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ഇവിടെ കണക്ക് പറയണം. നമ്മൾ ഇവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, ചെയ്ത ഏത് നിസ്സാര വാക്കും അവിടെ വെളിപ്പെട്ടു വരും. നിസ്സാര വാക്ക് നിസ്സാര എന്ന് പറഞ്ഞാൽ അവിടെ കണക്ക് പറയണമെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയത് വേറെയാണ്, ഇൻസ്റ്റാഗ്രാമിൽ വിട്ടതുണ്ട്, യൂട്യൂബിൽ വിട്ടതുണ്ട്, ഇത് പോരാഞ്ഞ് വാട്സാപ്പിൽ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. എന്തോ ചെയ്യാനാ? അതാ എന്ത് ചെയ്യാനൊക്കെ തിരിച്ചെടുക്കാൻ പറ്റില്ല, എല്ലാം അവിടെ കിടക്കുക, അവിടെ കിടക്കുക, എത്തിയാനൊക്കെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ചിന്ത അതാ. തിരിച്ചെടുക്കാൻ പറ്റുകയില്ല, നമ്മൾ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. 4, ആ പ്രവൃത്തി നടക്കുമ്പോൾ നിന്റെ വിശ്വസ്തത എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ പ്രവൃത്തിക്കും ഒരു വിശ്വസ്തത വേണ്ടേ? നീ ആർക്കു വേണ്ടിയാ ചെയ്തേ? എന്തിനു വേണ്ടിയാ? അവിശ്വസ്തതയാ. ആ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം പറയാം. എനിക്ക് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നന്ദി പോലും പറയരുതെന്ന് പറയുന്നു, ചിന്തിക്കുന്ന ആളാണ്. നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ അകത്തേക്ക് നന്ദി കേട്ട് പ്രശംസ കേട്ടിട്ട് ഒരു ഗൂസ് ബംസോ ഒരു ബോസ്റ്റിങ്ങോ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കർത്താവ് ഇനിയും വല്ലതും വേണം, അവിടുന്ന് തലയും കുനിഞ്ഞിറങ്ങണ്ടേ. വിശ്വസ്തത എന്ന് തെളിയണ്ടേ നമുക്കിവിടെ? നല്ലവനും വിശ്വസ്തനുമെന്ന പേര് കേൾക്കണ്ടേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരസ്യയോഗം കണ്ടു. എനിക്ക് ഭയങ്കര ചെറുപ്പക്കാരിൽ നിന്ന് പ്രസംഗിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷ യോഗത്തിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ നോക്കും വഴിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനൊന്ന് സൈഡിൽ ഒതുക്കി ഒന്ന് ശ്രദ്ധിച്ചു, നിന്ന് പ്രസംഗിക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇവരവിടെ എന്ത് മാന്യതയായിരിക്കും. പക്ഷേ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി പോയല്ല കാര്യം. ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോഴെനിക്ക് പിടികിട്ടി ലൈവ് ഇട്ടത് എന്തിനാണെന്ന് ചോദിക്കും. അന്നേരം അത് ഡിസ്പ്ലേ വരുന്നതോടുകൂടി ആ പരസ്യയോഗവും പോയി. ഇപ്പം പിടികിട്ടിയോ? വിശ്വസ്തത ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. എന്താ നമ്മൾ എന്തിനു വേണ്ടി? നമ്മൾ ആരെ കാണിക്കാൻ? ഇവിടെയാണ് പറയുന്നത്, ഈ 4 കാര്യം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ശോധന കഴിയുമ്പോൾ ഒരു കൂട്ടം തല കുനിഞ്ഞ വേദിയിൽ നിറങ്ങും ഒന്നുമില്ലാതെ. ആ ഇറക്കം കാണുമ്പോൾ എവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്? വർഷങ്ങളെടുത്തു, നാളുകളെടുത്തു, ശരീരത്തിലിരുന്നു, കർത്താവിന് വേണ്ടി ചെയ്തു, പക്ഷെ ഒന്നുമില്ല, വെന്തുപോയി. തലകുനിഞ്ഞൊരു കൂട്ടം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന വിഷമം എന്താണെന്നറിയാം? അപ്പുറത്തിരിക്കുന്ന ശരീരത്തിലിരിക്കാത്തൊരു ഇവർക്ക് തമ്പ് കാണിക്കും. അപ്പുറത്തിരിക്കുന്ന ടീമുകളാണ്. അച്ഛാനും 50 കൊല്ലം ഇരുന്നു, പക്ഷേ അച്ഛാനും ഞങ്ങൾ ഒരേ ബെഞ്ചിലായി. ഇപ്പം അച്ഛാനും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഇവിടെ പുള്ളി പറഞ്ഞുകൊണ്ട് ഞാനായിരുന്നു സീനിയർ എന്നാണ്. ഇപ്പം സീനിയറും ജൂനിയറും പോകുന്ന ശരിക്കുക. ഇനി അവിടുന്നൊരു അതുകൊണ്ടായി ദാനിയേൽ പ്രവചനം പറയുന്നുണ്ട്, അന്ന് ഉണരും അനേകർ. ഉണരുമ്പോൾ എന്താണെന്ന് പറയും? ചിലർ നിത്യലജ്ജയ്ക്കായി ഉണരും. ഈ നരകത്തിൽ ലജ്ജയൊന്നും തോന്നുകയില്ല. കാര്യം എല്ലാവരും കിടന്ന് ഒന്നിച്ച് തീക്കകത്ത് കിടക്കുമ്പം എന്തോ ലജ്ജയാണ്. എല്ലാവരും ഒന്നിച്ചവിടെ തീ കിടക്കുക, അവിടെ ലജ്ജയൊന്നുമില്ല. ഇത് തോന്നുന്നത് ഇവിടെയാ. എന്താണെന്നറിയാമോ? ആ വേദിയിൽ നിന്നൊരു കൂട്ടം തലകുനിഞ്ഞിറങ്ങുമ്പോൾ അവിടെ ഒരു കൂട്ടം വരും. ഏതാണെന്നറിയാമോ?
പൗലോസിൻ്റെ കൂട്ടമാണ്. അവരെ നോക്കിയാൽ അവർ മാറിയിരിക്കുക, വെന്തു പോകാതെ ഇറങ്ങുക. എങ്ങനെയാണെന്നറിയാമോ? അവരുടെ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? കർത്താവിനെന്ന പോലെ തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിൽ. അവരുടെ ഹൃദയത്തിലെ നിലവെന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ പൊന്നോ വെള്ളിയോ ആഗ്രഹിച്ചിട്ടില്ല. ശുശ്രൂഷ ചെയ്യുമ്പോഴേ ആഗ്രഹം അതല്ല. ഇടങ്കൈ ചെയ്യുന്ന വലങ്കൈ അറിയരുത്, സന്തോഷത്തോടെ കൊടുക്കണം. ഓടിയത് കർത്താവിന് വേണ്ടിയാ, അധ്വാനിച്ചതിന് കർത്താവിന് വേണ്ടിയാ. മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുക. ഞാൻ തികഞ്ഞവനായി എന്നല്ല, പ്രാപിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. തനിക്കുള്ളതെല്ലാം മറുകര കടത്തി, ഈ ലോകത്തിലുള്ള സകല സമ്പത്തും അക്കര കടത്തി, സ്വർഗത്തിൽ നിക്ഷേപം സ്വരുക്കൂട്ടിയ ഭക്തന്മാർ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ നിത്യത കണ്ട് ജീവിച്ചവരുണ്ട്, അവരാണത്. അങ്ങനൊരു കൂട്ടമുണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നിത്യത കണ്ട ജീവിച്ചത്, അവര് പ്രസംഗിച്ചത് നിത്യത കണ്ട, അവര് ആരാധിച്ചത് നിത്യത കണ്ട, അവര് സേവിച്ചത് നിത്യത കണ്ട, അവരോരോ ചുവടും എടുത്തു വെച്ചത് നിത്യത കണ്ട. അവരോട് ചോദിച്ച പറയും, മറുകരയിൽ. സ്തോത്രം. 72 കോടി രക്തസാക്ഷികൾ രക്തസാക്ഷിത്വ മരണം വരിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. പൗലോസിന്റെ കൂട്ടമെന്ന് പറയുമ്പോൾ ചെറുതല്ല, ഒരു വലിയ കൂട്ടമുണ്ടാകും അവിടെ. അവരുടെ വേദിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അവരെ മാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കുമെന്ന് കർത്താവ് പറയുന്നെങ്കിൽ ആ ശോധന കഴിഞ്ഞാൽ പിന്നെ പ്രതിഫലമാണ്. എന്താ പ്രതിഫലം? 4 തരത്തിൽ വ്യത്യാസം ഉണ്ടാവും. 4 തരത്തിൽ വ്യത്യാസം. അവർക്കാ, നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ ഛേദം വന്നവർക്ക് ഒന്നുമില്ല, നഷ്ടത്തോടിരിക്കുക. പക്ഷെ മറുഭാഗത്തിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തിന് വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം തേജസ്സിൻ്റെ വ്യത്യാസം. 3 തരത്തിൽ തേജസ്. 2 പൊസിഷന് വ്യത്യാസം. ഇവിടെ ഏറ്റവും വലിയ ഓട്ടം പൊസിഷനാണ്. അവിടെ പൊസിഷൻ 2 വ്യത്യാസം, ചെറിയവൻ വലിയവൻ. അത് വചനത്തെ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് കണ്ടു. അതുകൊണ്ട് ദൈവദാസന്മാരെ, വ്യക്തികളെ നോക്കണ്ട, മനുഷ്യനെ നോക്കണ്ട, വചനം അതുപോലെ അങ്ങ് പറഞ്ഞോണം. ആരെതിരാണെങ്കിലും പറഞ്ഞേര്. കൂടി വന്ന സ്ഥലം മാറ്റും, വിഷയമൊന്നുമില്ലല്ലോ. മേളിൽ ചെല്ലുമ്പം പേര് വിളിക്കും, മാനിക്കപ്പെടും. മത്തായി 5:19 എഴുതി, വചനം വിളച്ചാൽ അങ്ങനെ പഠിപ്പിച്ച സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. മാത്രമല്ല വചനം അങ്ങനെ പഠിപ്പിച്ച സ്വർഗത്തിൽ വലിയവനാകും. ഇനി അവിടുത്തെ അടുത്ത വ്യത്യാസം കിരീടങ്ങൾക്കാണ്. 5 വിധത്തിൽ കിരീടം, 9 പ്രതിഫലം. ഇങ്ങനെ ആ 3-ാം കൂട്ടം മാനിക്കപ്പെടുമെങ്കിൽ നിത്യത കണ്ടിവിടെ ജീവിച്ച ഒരു കൂട്ടം വിശുദ്ധന്മാർ. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, 9:30 എനിക്ക് അനുവദിച്ച സമയം. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കും മുൻപ് ഓർമ്മിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നിത്യത കണ്ടു വേണം നമ്മളിവിടെ ജീവിക്കാൻ. കഴിഞ്ഞ തലമുറ ജീവിച്ചതങ്ങനെ, കഴിഞ്ഞ പെന്തക്കോസ്ത് കടന്നുപോയതങ്ങനെ. പക്ഷെ ഇന്ന് ആ വെളിപ്പാടിൽ നിന്നൊക്കെ വീണു. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൻ്റെ ഓട്ടം? എന്തിനു വേണ്ടിയാണ് നിൻ്റെ അധ്വാനം? ഇതിനെല്ലാം മറുകരയിൽ പ്രതിഫലം ഉണ്ടാകുമെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ ഓടിയതിന് അധ്വാനിച്ചതിനെല്ലാം പ്രതിഫലമെന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് വരെ പ്രതിഫലം മറുകരയിൽ തരാമെന്ന് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്ക്, കർത്താവിന് വേണ്ടി ഓടിയതിന്, കർത്താവിനെ ശുശ്രൂഷിച്ചതിന്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നതിന്, സുവിശേഷം പറഞ്ഞതിന്, സുവിശേഷ വേലക്കാരെ കൈത്താങ്ങിയതിന്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്തതിന്, ഫ്ലാറ്റ് കൊടുത്തതിന്, പ്രസംഗിച്ചതിന്, ഉപവസിച്ചതിന്, ആരാധിച്ചതിന്, കഷ്ടമനുഭവിച്ചതിന് എന്തെല്ലാം പ്രതിഫലങ്ങൾ. ഒരു വാക്ക് ഞാൻ ചേർത്ത് പറയുന്നു, പ്രവർത്തിച്ചവർക്ക് ആ പ്രതിഫലമെങ്കിൽ ഇതുവരെ പ്രവർത്തിക്കാൻ പറ്റാത്തവരുണ്ട്. കർത്താവിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരവിടെ മാനിക്കപ്പെടുമെങ്കിൽ ഈ രാത്രി എടുക്കേണ്ട തീരുമാനം, ഇനിയുള്ള നാൾ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. കാരണം അവിടെ മറുകരയിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കും വേണം ചിലത്, ആ നിത്യതയിലെ വാസത്തിൽ എനിക്കും വേണം ചിലത് എന്നൊരുറപ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ചൊന്ന് എഴുന്നേറ്റാട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ഒന്നടയട്ടെ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ?
നമ്മുടെ കർത്താവിൻ്റെ വരവ് ഈ കാലഘട്ടത്തിലുണ്ടാകും. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട. ഇന്ന് രാത്രിയിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ടവരെ, ഓട്ടവും അധ്വാനവും വെറുതെയല്ല. ഇതിനൊരു മറുതീരമുണ്ട്. അത് കണ്ടു വേണം നാം ജീവിക്കാൻ. നിത്യത കണ്ട് ജീവിക്കുന്നവർക്കാണ് അവിടെ പ്രതിഫലം. കേട്ടോ, നിത്യത കണ്ട് ജീവിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല. അതൊരു തീവ്രമായ അനുഭവമാണ്. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളത് ചെയ്തു? ഈ ജീവിതവും കൊണ്ട് കർത്താവിന് പ്രയോജനമാണോ? ഈ ശുശ്രൂഷ കൊണ്ട് കർത്താവ് പ്രയോജനപ്പെടുന്നുണ്ടോ? നമ്മുടെ ഈ ജീവിതം കൊണ്ട് കർത്താവിന് വല്ല പ്രയോജനമുണ്ടോ? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തലകുനിയാതിരിക്കാൻ ഇനിയെങ്കിലും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കണം. ഇനിയുള്ള നാൾ കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. ഇനിയുള്ള നാൾ ഞാൻ നിനക്ക് പ്രയോജനമുള്ള ചിലത് ചെയ്യും. ആ തീരുമാനമുള്ളവര്, ആ ഒരു സമർപ്പണമുള്ളവരെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? വ്യക്തികളെ നോക്കണ്ട കേട്ടോ, വ്യക്തികളെ നോക്കണ്ട, സാഹചര്യങ്ങളെ നോക്കണ്ട. ഇതൊരു ഉടമ്പടിയാണ്, ഇതൊരു ഉടമ്പടിയാണ്. സ്വർഗം ഇത് എഗ്രി ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്തത് നമുക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് നിനക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ മാറാൻ പോകുകയാണ്, എൻ്റെ ആശയങ്ങൾ മാറാൻ പോകുകയാണ്, എൻ്റെ ശുശ്രൂഷ അങ്ങനെ മാറാൻ പോകുകയാണ്. എന്നെ നീ ഏൽപ്പിച്ചത് നിനക്ക് പ്രയോജനമുള്ള രീതിയിൽ ചെയ്യാനാണ്. ഇന്ന് രാത്രി അതിനെ ഞാൻ സമർപ്പിക്കുക. അവസരം തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും. ആരോഗ്യം തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും. ഞാൻ ആയിരിക്കുന്നിടത്ത് കർത്താവിനെ പറയും, കർത്താവിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. ഇന്ന് രാത്രി അങ്ങനൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നവരുണ്ടോ? ഇന്ന് രാത്രി കർത്താവ് ഉറപ്പിച്ചു പറയുന്നത്, പ്രവർത്തിക്കുന്നവരെ പ്രതിഫലം നൽകി മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. പൊന്മണിമാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. എല്ലാ കണ്ണുകളും അടയട്ടെ. ആ നിത്യതയുടെ വിഷൻ അകത്തുനിന്ന് കയറട്ടെ. ആ നിത്യതയുടെ ദർശനം അറിഞ്ഞ് ജീവിക്കാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവിൻ്റെ വേലക്കാരെ, പതറിപ്പോകരുത് കേട്ടോ. നിങ്ങളുടെ ഓട്ടവും അധ്വാനവും ഒക്കെ കൂലി മറുകരയിലാണ്. ആകയാൽ പ്രവർത്തിച്ചവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാ. നമ്മുടെ ഓട്ടവും അധ്വാനവും ഒക്കെ മറുകരയിലാണ് അതിൻ്റെ കൂലി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ രാത്രി ആ പ്രത്യാശ അകത്ത് കയറട്ടെ. ഇവിടെ ഉള്ളതിന് വേണ്ടി അല്ല ഓടേണ്ടത്. മറുകരയിൽ നമുക്ക് വേണ്ടി ചിലത് കരുതി വെച്ച പ്രാണനാഥന് വേണ്ടി ഓട്ടമോടാം, തുടരാം. ഈ രാത്രി അദൈവ മഹത്വം അനുഭവിക്കുന്നവർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്ററെ, ഞാൻ വന്നത് പ്രശ്നത്തോടാ, പ്രതിസന്ധിയോടാ. എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സൗഖ്യം വേണം. ആഗ്രഹമുള്ളവർ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടത്ത് തന്നെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ചില രോഗികൾ ഈ രാത്രി സൗഖ്യമാകുന്നുണ്ട്. ഈ രാത്രി ആ രോഗസൗഖ്യം കർത്താവ് ചിലരുടെ മേൽ കൈമാറുകയാണ്. ചില നിരാശകൾ മാറുന്നുണ്ട്, അസമാധാനങ്ങൾ മാറുന്നു. കർത്താവിൻ്റെ വേല നിമിത്തം ഞരങ്ങുന്ന ചില അഭിഷിക്തന്മാരോട് ഇടപെടുന്നത് നിരാശപ്പെടരുത്. എതിർപ്പുകളെ കണ്ട നീ ഭയക്കണ്ട. മറുകരയിൽ നിന്റെ വീടൊരുക്കി കാത്തിരിക്കുന്ന പ്രാണനാഥൻ അവിടെ നിനക്ക് മറുപടി തരും, പ്രതിഫലം തരും. ആ പ്രത്യാശയോടെ കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെട. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങട്ടെ. നിരാശകൾ മാറട്ടെ, കരുത്തരാകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ സകല വിടുതലും വെളിപ്പെടട്ടെ. നിത്യ തേജസ്സിന്റെ കരമോർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണി
കർത്താവിന്റെ വേല ചെയ്യാൻ കൃപ നൽകണമേ. അസാധാരണമായ ദൈവപ്രവൃത്തി ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഓ യേശുവിൻ നാമത്തിൽ തന്നെ കരം തട്ടി അല്പസമയം ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി കർത്താവ് വരാറായി. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അധരം തുറന്ന് ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. നിത്യതയുടെ ദർശനം പ്രാപിച്ച് ഈ ലോക ജീവിത യാത്ര തുടരട്ടെ. നിത്യതയുടെ വിഷനിൽ ശബരബരബരം ധേരി ബലഗടം ധേരികത് ഉടബലബലബ ഉടബരം ധരര ഉടബരം ഛേ ഉടബരഗടക ഉടബരം ക്ഷബരം ധരര ഉടബരം ദേ ഉടബലഗടക ഉടബരം ക്ഷബരമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും. ഓ കാലമെല്ലാം ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവോ യേശുരാജൻ. ഓ റിവലവര രഗജ 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 നാളുകൾ നമ്മുടെ ആദികൾ തീരുവാൻ. അധികമിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീരുവാൻ. ഓ തന്നിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. ഓ തന്നിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. ചേർത്തുടൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധം ചേർത്തുടൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീരുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീരുവാൻ. അവൻ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവശക്തിയോടെ. ഓ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമദൈവിക രാജ്യവിപ്പാനിലും സ്ഥാപിതമാക്കിടുവാൻ. പരിപൂർണമദൈവിക രാജ്യവിപ്പാനിലും സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയും. ഇന്നു കാണുന്നതെല്ലാം അഴിയും. ഓഹോ കാലമെല്ലാം കഴിയും. ഇന്നു കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തിരിയും. പിന്നെ പുതുയുഗം തിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം വന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിടെ നരനാ. അവതരിച്ചിടെ നരനാ. ദൈവകോപത്തിൽ വെമ്പെറിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ
ഉയരത്തിൽ വാണിരുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിരുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്ന ദിനം ജയഗീതം പാടിടുന്നു. നമ്മളേശുരാജൻ ജീവിക്കുന്ന ദിനം ജയഗീതം പാടിടുന്നു. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിരുന്നവനാ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിരുന്നവനാ. ദൈവകോപത്തിൽ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്ന ദിനം ജയഗീതം പാടിടുന്നു. 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 നമ്മളേശുരാജൻ ജീവിക്കുന്ന ദിനം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ഈ രാത്രി കടന്നു വന്ന ദൈവദിനം ശുശ്രൂഷിച്ച അനുഗ്രഹീത ദൈവദാസൻ കർത്താവിദാസൻ കടന്നു പോയെങ്കിലും കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി കൊണ്ട് ഈ യോഗം ഇവിടെ തീരുകയാണ്. സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആമേൻ ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. കർത്താവിൻ്റെ ദാസൻ ഷാജി ഇടുക്കി പാസ്റ്റർ ശുശ്രൂഷിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവേ, ചപ്പാത്ത് സെൻറ്ററിൻ്റെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും പകലും രാത്രിയിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ പന്തലിനകത്ത് വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. ശേഷിച്ച് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച കർത്താവെ ത്രികാലി അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, വലിയൊരു വിധിയുടെ മുൻപിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുന്നല്ലോ. കർത്താവെ, അങ്ങേക്ക് വേണ്ടി ചെയ്ത് എന്തെന്ന് വെളിപ്പെടുന്നൊരു ദിവസമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൻ്റെ ഒരുപാട് ദുർഘടമേടുകളിലൂടെ പോയപ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വരാനിരിക്കുന്ന ആ നിത്യതയെ ഓർത്ത് യാത്ര ചെയ്യാൻ കഴിയാതെ പോയതിനെ ഓർത്ത് അനുദപിക്കുവാൻ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. സ്വർഗീയ പിതാവേ, വരും ദിവസങ്ങളിൽ നിത്യത എന്ന കാര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിപ്പാൻ അങ്ങയുടെ എല്ലാ ദാസന്മാരെയും കർത്തൃവേലക്കാരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ രാത്രി കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ഈ സമാപന രാത്രിയിൽ ദൈവാത്മാവ് ഞങ്ങളുടെ നടുവിനോട് ഉലാവിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ രാത്രി മടങ്ങിപ്പോയി നാളെ രാവിലെയുള്ള ആരാധനയിൽ ദേശത്തെ ദൈവസഭകളുടെ ശുശ്രൂഷയ്ക്കായി കർത്താവ് വഴിയൊരുക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന് ശുശ്രൂഷിച്ച ദൈവദാസനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ചവരെയും പാടിയവരെയും കർത്താവെ സംബന്ധിച്ചവരെയും ഇതിനു വേണ്ടി അധ്വാനം ചെയ്തവരെയെല്ലാം ദൈവം പ്രതിഫലം കൊടുത്താതിരിക്കണമേ. ഞങ്ങളുടെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിപ്പാൻ കൃപ തരണമേ. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ തന്നെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. കർത്താവ് ഇന്ന് രാത്രിയും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് സ്തോത്രം പറയാം. ഈ ദിവസങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞതുകൊണ്ട് നന്ദിയോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രതീക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ, ഞങ്ങളെ ചേർക്കണമേ. ആമേൻ.